ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്കിങ്ങനെ ദൈവസന്നിധിയിലേക്ക് വരുവാനും ദൈവവചനം ഒരുമിച്ച് പഠിക്കാനും ഒക്കെ ദൈവം തരുന്ന ഈ അവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു 3 മാസം മുമ്പേ നമ്മൾ രക്ഷാ ദൈവശാസ്ത്രം എന്നുള്ള വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഒന്നുകൂടെ രക്ഷിക്കപ്പെടാനുള്ള സ്കോപ്പില്ല. അതുകൊണ്ട് ആരും ഇനിയും രക്ഷിക്കപ്പെടാൻ വേണ്ടിയല്ല. എന്നാൽ നമ്മൾ അനുഭവിക്കുന്ന ഈ രക്ഷയെക്കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രയോജനകരമാണ്. ദൈവത്തെ കൂടുതൽ ആരാധിക്കാനും നന്ദിയോടെ സ്തുതിക്കാനും ഒക്കെ അത് ഇടയാക്കും. രണ്ടാമതായിട്ട് നമ്മുടെ മക്കളൊക്കെ പലരും ഈ കാര്യങ്ങളിൽ സംശയമൊക്കെ ഉള്ളവരായിരിക്കും. പ്രത്യേകിച്ച് വിശ്വാസ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ ശരിക്കും രക്ഷിക്കപ്പെട്ടതാണോ അല്ലയോ ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ വരും. അപ്പോൾ അവരെ ഉപദേശിക്കാൻ ഇത് വളരെ ആവശ്യമാണ്. വെളിയിലുള്ള ജനങ്ങളോടുള്ള ബന്ധത്തിലും പലപ്പോഴും നമുക്കറിയാം വളരെ നമ്മളെ കുഴയ്ക്കാൻ ഉദ്ദേശിച്ചുള്ള ചോദ്യങ്ങൾ പലരും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവരോട് ശരിക്കും വിശദീകരിക്കാനും അവരിൽ ചിലരെയൊക്കെ കർത്താവിന് വേണ്ടി നേടുവാനുമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന ആത്മരക്ഷയെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും കഴിയുന്നത്ര അറിഞ്ഞിരിക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രയോജനകരമാണ്. അതുകൊണ്ടാണ് ഈ വിഷയം തന്നെ എടുക്കാം എന്ന് വിചാരിച്ചത്. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സഹായം ചെയ്യും. 3 മാസം കഴിഞ്ഞതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിലെ ഒരു സംഗ്രഹം വളരെ ചുരുക്കമായിട്ട് ഒന്ന് പറഞ്ഞു പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് എന്താണ് സോറ്റീരിയോളജി അല്ലെങ്കിൽ രക്ഷാ ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളുടെ ആരംഭത്തിൽ അത് നമ്മൾ വിശദമാക്കി. രക്ഷയെക്കുറിച്ചുള്ള A to Z പഠിക്കുന്നതാണ്. നമ്മൾ ഈ പഠനത്തിൻ്റെ വ്യാപ്തി എത്രയധികമാണ് എന്നുള്ളതും നമ്മൾ അന്ന് ശ്രദ്ധിച്ചതാണ്. രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വീഴ്ച, പാപം, അതുപോലെ തന്നെ മനുഷ്യ സൃഷ്ടി, ഇങ്ങനെയുള്ള അനേക കാര്യങ്ങളിലേക്ക് കടന്നു പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ചുള്ള കാര്യങ്ങളിലാണ് ആരംഭിച്ചത് തന്നെ. അപ്പം ഒരു കുറച്ച് വിശാലമായിട്ട് പോകേണ്ട ഒരു പഠനം തന്നെയാണ്. അതുപോലെ ഈ സോറ്റീരിയോളജി വളരെ സമഗ്രമായിട്ടുള്ള ഒരു പക്ഷെങ്കിൽ രക്ഷാ ദൈവശാസ്ത്രം പഠിച്ചാൽ തന്നെ നമുക്ക് ദൈവവചനവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. വളരെ സമഗ്രമായ ഒരു കോംപ്രിഹെൻസീവായിട്ടുള്ള വിഷയമാണ്. ഇതിൽ ഒന്നാമത്തെ സെഷനിൽ ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ ഉദ്ദേശിച്ചത് സൃഷ്ടി, സ്വതന്ത്ര ഇച്ഛാശക്തി, മനുഷ്യൻ്റെ സ്വഭാവം, ഇക്കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്നുള്ളതാണ്. അത് നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അത് പല ചോദ്യങ്ങളായിട്ട് വിഭജിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. ഓരോ ചോദ്യങ്ങളും അതിൽ തന്നെ സമ്പൂർണ്ണമാണ്. അതുകൊണ്ട് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും വിഷമിക്കേണ്ട. അതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ വരാതിരിക്കുകയും വേണ്ട. ഓരോ ചോദ്യവും അതിൽ തന്നെ പൂർണ്ണമാണ്. അതുകൊണ്ട് കണ്ടിന്യൂറ്റിയുടെ വലിയ പ്രശ്നം വരത്തില്ല. എന്നാൽ എല്ലാ ക്വസ്റ്റ്യനുകളുടെയും ഉത്തരങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കാനായിട്ട് നമുക്ക് കഴിയാൻ അങ്ങനെയാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ചെയ്യാൻ കഴിവുള്ള പാപം എന്നുള്ള വാക്ക് അവിടെ വിട്ടുപോയി. പാപം ചെയ്യാൻ കഴിവുള്ള ജീവികളെ ഒരു നല്ല ദൈവം എന്തിനാണ് സൃഷ്ടിച്ചത്? പാപം ചെയ്യാൻ കഴിവ് കൊടുത്തോണ്ട്. പാപം ചെയ്യാൻ കഴിവില്ലാതെ റോബോട്ടുകൾ പോലെ അങ്ങ് സൃഷ്ടിച്ചാൽ പോരായിരുന്നു? പല നിരീശ്വരവാദികളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാ ഇങ്ങനെ പാപം ചെയ്യാനുള്ള കഴിവോടുകൂടെ ജീവിച്ചത്? നമ്മൾ അന്ന് ചിന്തിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. മനുഷ്യൻ്റെ ഫ്രീ വില്ല് അല്ലെങ്കിൽ സ്വതന്ത്ര ഇച്ഛയാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. മനുഷ്യൻ്റെ അതുല്യത അവൻ്റെ സ്വതന്ത്ര ഇച്ഛയിലാണ് കുടികൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വതന്ത്ര ഇച്ഛയില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ കുരങ്ങിന് സമാനമായിട്ട് മാറുമായിരുന്നു. ആൾക്കുരങ്ങിനേക്കാൾ വലിയ ഉദാത്തതയില്ലാത്ത അല്ലെങ്കിൽ വലിയ മഹത്വമില്ലാത്ത ഒരു സാധാരണ ജീവിയായിരുന്നേനെ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടി പദ്ധതി ഒരു പരാജയമായി തീർന്നേനെ. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കണം, തൻ്റെ കുറേ സ്വഭാവങ്ങളൊക്കെ കൊടുത്ത് തൻ്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ സൃഷ്ടിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇവൻ തെറ്റിപ്പോകുമോ എന്നുള്ള പേടിക്ക് ആ സൃഷ്ടിയിൽ നിന്ന് പിന്മാറിയാൽ ദൈവമല്ലാതായിട്ട് മാറുമായിരുന്നു.
ദൈവത്തിൻ്റെ പദ്ധതി അപൂർണമായിട്ട് അവശേഷിക്കുമായിരുന്നു. ദൈവം പരാജിതനായിട്ട് മാറുമായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയത്തില്ല. മനുഷ്യൻ പാപം ചെയ്യുമെങ്കിലും അവനെ സൃഷ്ടിച്ചേ മതിയാകൂ, അവന് ഫ്രീ വില്ല് കൊടുത്തേ മതിയാകൂ. ഇത്ര ഉന്നതമായ ഉദാത്തമായിട്ടുള്ള മനുഷ്യൻ വേണ്ടെന്ന് വയ്ക്കാനായിട്ട് ദൈവത്തിന് കഴിയത്തില്ലായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മറ്റ് ജീവവർഗങ്ങൾക്കൊന്നും നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് പോലെ ആരാധിക്കാനായിട്ട് കഴിയത്തില്ല. നമ്മൾ മനഃപൂർവ്വമായിട്ട് ഇൻറ്റൻഷണലായിട്ട് വേണമെന്ന് വെച്ച് ആരാധിക്കുന്നവരാ. ഒരു പട്ടി യജമാനൻ്റെ മുന്നിൽ മുൻകാലുകൾ മടക്കി ആ യജമാനൻ്റെ മുന്നിൽ ആദരവ് അർപ്പിക്കുന്നതിന് വാസ്തവത്തിൽ വലിയ വിശേഷമായിട്ടൊന്നുമില്ല, വൈശേഷ്യം ഒന്നുമില്ല. മറിച്ച് അതിന് പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുക. അതിൻ്റെ ഇൻസ്റ്റിങ്ക്റ്റാണ്. അപ്പം മനുഷ്യൻ്റെ സകല പ്രവർത്തനങ്ങൾക്കും വിലയുള്ളത് അവൻ്റെ ഇച്ഛാശക്തി കൊണ്ടാണ്. അപ്പം ഇങ്ങനെ ഉദാത്തമായ ഒരു സൃഷ്ടി ഉണ്ടെങ്കിൽ ഉദാത്തമായിട്ടുള്ള സ്വഭാവങ്ങളും ആ സൃഷ്ടിക്കുണ്ടാകും. അപ്പം അങ്ങനെയൊരു സൃഷ്ടിയെ വേണ്ടെന്ന് വയ്ക്കാനായിട്ട് ദൈവം ഒരിക്കലും ശ്രമിക്കത്തില്ലായിരുന്നു. ദൈവത്തിൻ്റെ സ്വഭാവം വെച്ച് സ്നേഹധനനായ ദൈവത്തിന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാനായിട്ട് കഴിയത്തില്ലായിരുന്നു. അതുപോലെ രണ്ടാമത് നമ്മൾ ചിന്തിച്ച ഒരു വിഷയം, ദൈവം നിത്യതയിൽ തന്നെ തൻ്റെ സൃഷ്ടിയുടെ ഭാവി കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം അറിഞ്ഞിരുന്നുവോ? എല്ലാം അറിഞ്ഞുകൊണ്ടാണോ സൃഷ്ടിച്ചത്? സൃഷ്ടിച്ചപ്പം തന്നെ അറിയത്തില്ലായിരുന്നു മനുഷ്യൻ പാപം ചെയ്യുമെന്ന്. പിന്നെ എന്തിനു സൃഷ്ടിച്ചു? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ചോദ്യമാണ്. ഞാൻ അന്ന് പറഞ്ഞ ഉദാഹരണം ബോറടിക്കുമെങ്കിലും ഒന്നുകൂടെ ആവർത്തിക്കുക. നമ്മളൊരു കാറ് മേടിക്കുമ്പോൾ അതിന് കേടുവരുമെന്നൊക്കെ നമുക്കറിയാം. എന്നിട്ടും എന്തേ മേടിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് റിപ്പയർ ചെയ്യാനായിട്ട് കഴിയും എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ പാപം ചെയ്താലും അവനെ റിപ്പയർ ചെയ്യാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് നിത്യതയിൽ തന്നെ താൻ മനുഷ്യനെ സൃഷ്ടിക്കുമെന്നും സൃഷ്ടിച്ചാൽ അവൻ പാപം ചെയ്യുമെന്നും ഒക്കെ അറിഞ്ഞിട്ടും മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള കാര്യം അതാണ്. അതുപോലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ത്? ഇത് ആദ്യത്തേത് സകല സൃഷ്ടിയുടെയും കാര്യമാണെങ്കിൽ സ്പെസിഫിക്കായിട്ട് എന്തുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു? തൻ്റെ സ്വരൂപത്തിൽ, തൻ്റെ സാദൃശ്യത്തിൽ. അവനാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഏറ്റവും മകുടം, ഏറ്റവും ഉദാത്തം, ഏറ്റവും ഉന്നതം. ആ സൃഷ്ടിയില്ലായിരുന്നെങ്കിൽ തൻ്റെ സൃഷ്ടി പദ്ധതി പരാജയപ്പെട്ടു എന്ന് വന്നേക്കാം. മാത്രമല്ല പിശാച് മനുഷ്യനെ തെറ്റിക്കും. അതുകൊണ്ട് മനുഷ്യൻ പാപം ചെയ്യുമെന്ന് പിശാചിനെ പേടിച്ച് മനുഷ്യനെ സൃഷ്ടിക്കാതിരിക്കാൻ ദൈവത്തിന് കഴിയുമായിരുന്നില്ല. പിശാചിനെ പേടിയുള്ള ദൈവം പിശാചിൻ്റെ താഴെയാകുമായിരുന്നു. പിശാച് ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് ഉയരുമായിരുന്നു. അതുകൊണ്ട് മനുഷ്യ സൃഷ്ടി അനിവാര്യമായിരുന്നു. ദൈവം അത് ഒഴിവാക്കുമായിരുന്നില്ല. എന്നാൽ ആ സൃഷ്ടിക്ക് വരുന്ന സകല പ്രശ്നങ്ങളും പരിഹരിക്കാൻ തനിക്ക് കഴിയും എന്നുള്ള ഉറപ്പ് സർവശക്തനായ ദൈവത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സൃഷ്ടിച്ചത്. മാത്രമല്ല അങ്ങനെ സൃഷ്ടിച്ചപ്പോൾ എന്തിനാണ് സ്വതന്ത്ര ഇച്ഛാശക്തിയോടെ സൃഷ്ടിച്ചത്? ഇല്ലെങ്കിൽ അവൻ വീഴുകയില്ലായിരുന്നുവല്ലോ, പാപം ചെയ്യുകയില്ലായിരുന്നുവല്ലോ. അതും നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ ചോദ്യമാണ്. ആ സ്വതന്ത്ര ഇച്ഛാശക്തി, ഫ്രീ വില്ലില്ലാതെ മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ അവൻ ഈ മേശയ്ക്കോ കസേരയ്ക്കോ തുല്യമാകുമായിരുന്നു. അല്ലെങ്കിൽ അങ്ങറ്റം അവനൊരു മനുഷ്യക്കുരങ്ങിന് സമാനമായിരുന്നേനെ. അപ്പം ഉദാത്തമായൊരു സൃഷ്ടി വേണമെങ്കിൽ അർത്ഥത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു സൃഷ്ടി വേണമെങ്കിൽ ഇച്ഛാശക്തി അനിവാര്യമായിരുന്നു, ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ സൃഷ്ടിച്ചത്. ഈ സൃഷ്ടിയാണ് ഏറ്റവും നല്ലത്. ഇത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കഴിയത്തില്ല, ഇതിൽ കുറെ കൂടെ മെച്ചം വരുത്താനായിട്ട് കഴിയത്തില്ല, ഇതിനപ്പുറമായിട്ട് ഒരു സൃഷ്ടി കഴിയത്തില്ല എന്ന് പറയത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടി പദ്ധതി പെർഫെക്റ്റാണ്. അപ്പം അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ ഫ്രീ വില്ലോടുകൂടെ സൃഷ്ടിച്ചത്. ഇനിയും മനുഷ്യൻ വീഴ്ചയ്ക്ക് മുമ്പ് നന്മയും തിന്മയും എന്താണെന്ന് അറിഞ്ഞിരുന്നുവോ? അതോ വെറും ഒരു റോബോട്ടിനെ പോലെ എട്ടും പൊട്ടും തിരിയാതെ നന്മ എന്താണ് തിന്മ എന്താണെന്ന് അറിയാത്ത ഒരു ജീവിയായിരുന്നുവോ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മനുഷ്യൻ? നമ്മളതും ചിന്തിച്ചതാണ്. ഇല്ല, മനുഷ്യന് നന്മതിന്മകളെക്കുറിച്ച് അറിയാമായിരുന്നു. ഒന്നാമതായിട്ട് മനുഷ്യൻ ഏകനായിരിക്കുന്നത് ശരിയല്ല എന്ന് മനുഷ്യൻ അറിയാമായിരുന്നു. ഈ മരത്തിൻ്റെ പഴം തിന്നുന്നത് നല്ലതല്ല എന്ന് മനുഷ്യൻ അറിയാമായിരുന്നു. അപ്പം പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദാമിനും ഹവ്വയ്ക്കും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവുണ്ടായിരുന്നു, 100% ഉണ്ടായിരുന്നു. അപ്പം പിന്നെ എന്തായിരുന്നു വ്യത്യാസം? അപ്പം ഈ പഴം പറിച്ചു നിന്നപ്പോൾ എന്താ വ്യത്യാസം വന്നത്? വ്യത്യാസം വന്നത് മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ്
അവൻ്റെ നന്മയും തിന്മയും എന്താണെന്ന് ഒരു നല്ല കഴിവുള്ള അഡ്വൈസറ് കണ്ടുപിടിച്ച് കൊടുക്കുമായിരുന്നു. അപ്പം അതങ്ങ് ചെയ്താൽ മതിയായിരുന്നു, ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. അതായത് ദൈവം എന്ന് പറഞ്ഞ സർവജ്ഞാനിയായ തെറ്റുപറ്റാത്തവനായ ഒരു ഉപദേഷ്ടാവ് മനുഷ്യന് ലഭ്യമായിരുന്നു. അപ്പം ദൈവം വന്ന് പറയും ഇതാണ് നല്ലത്, അപ്പം മനുഷ്യൻ അത് സ്വീകരിക്കും. ദൈവം പറയും നീ ഇങ്ങനെ ചെയ്യ, അപ്പം മനുഷ്യന് അവൻ്റെ ഫ്രീ വില്ല് ഉപയോഗിച്ച് തന്നെ, ഇച്ഛാശക്തി ഉപയോഗിച്ച് തന്നെയായിരുന്നു അത് ഉപയോഗിച്ചിരുന്നത്. ഇച്ഛാശക്തി ഉപയോഗിച്ചിരുന്നത് എങ്ങനെ അറിയാം? വീഴ്ചയ്ക്ക് മുമ്പേ ഇച്ഛാശക്തി ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന് തെളിവ് വല്ലതും ഉണ്ടോ? പേരിട്ടു, പാപം ചെയ്യാനുള്ള തീരുമാനം, അത് ഇച്ഛാശക്തി നിർത്തല്ലേ. ഇതുവരെയൊക്കെ മര്യാദ കുട്ടപ്പനായിട്ട് ഞാൻ ജീവിച്ചു, ദൈവം ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. ഹവ്വ ഒരു വലിയ ലെക്ചർ നടത്തുന്നുണ്ട് പിശാചിനോട് അല്ലേ, തൊടുക പോലും അരുതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു വലിയ പ്രസംഗമൊക്കെ നടത്തുന്നുണ്ട്. അപ്പം മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് യെസ്, ദൈവത്തെക്കാളും അല്ലെങ്കിൽ ദൈവത്തെ പോലെ ആകാൻ ഒരു അവസരമുണ്ട്, ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇച്ഛാശക്തി ഉപയോഗിച്ച് തന്നെയാണ് ഹവ്വ അല്ലെങ്കിൽ ആദാം തീരുമാനമെടുത്ത്. അപ്പം മനുഷ്യന് സൃഷ്ടിയുടെ സമയത്ത് തന്നെ ഇച്ഛാശക്തിയുണ്ട്, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവുണ്ട്, അവൻ സമ്പൂർണനായ മനുഷ്യനായിരുന്നു. ആകെയുള്ള വ്യത്യാസം ശരിയേത് തെറ്റേത് എന്ന് അവൻ തന്നെയല്ലായിരുന്നു കണ്ടുപിടിച്ചിരുന്നത്, ദൈവം അവന് പകരമായിട്ട് കണ്ടുപിടിക്കായിരുന്നു. അപ്പം ഇപ്പം നമുക്ക് ആരാ ഈ ജോലി ചെയ്തു തരുന്നത്? നമ്മളിലെ ഏത് ഘടകമാണ് ശരി തെറ്റ് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഘടകം ഏതാ? പരിശുദ്ധാത്മാവ്, യെസ്. ആത്മാവ്, യെസ്. രക്ഷിക്കപ്പെടാത്ത ഒരാളാണല്ലോ, കോൺഷ്യൻസ്, യെസ്. പിന്നെ ഒരു പ്രധാന ഘടകമുണ്ട്, ജഡമെന്ന് പറയുന്ന ഘടകം. അത് ഈ ശരീരമല്ല, നമ്മുടെ രാഗമോഹങ്ങൾക്കൊക്കെ അടിസ്ഥാനപ്പെട്ട അകമേയുള്ള ഒരു ജഡമുണ്ട് നമുക്ക്. ബൈബിളിലെ ജഡമെന്ന് ശരീരത്തിന് ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്, ലോകത്തിലെ സകല ഭാഷകളിലും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ബൈബിളിലേക്ക് വരുമ്പോൾ ജഡമെന്ന് പറഞ്ഞ് കാണാൻ കഴിയാത്ത, തൊടാൻ കഴിയാത്ത, മനസ്സ് പോലെയും ഹൃദയം പോലെയുമുള്ള ഒരു കൊച്ചു മനുഷ്യൻ, ഒരകത്തെ മനുഷ്യൻ നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു പാപിയായ മനുഷ്യൻ അവൻ്റെ നന്മതിന്മകളെക്കുറിച്ച് കണ്ടെത്തി ഉപദേശം കൊടുക്കുന്ന ഈ ജഡമാണ്. വിശ്വാസിക്കും ഈ ജഡത്തെ നിഗ്രഹിച്ചില്ലെങ്കിൽ, ജഡത്തെ ക്രൂശിച്ചില്ലെങ്കിൽ, വിശ്വാസിയിലും ഈ ജഡം ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മളിലൊക്കെ ഈ ജഡത്തിൻ്റെ ഉപദേശം കിട്ടുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ആ ജഡത്തിൻ്റെ ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നുമുണ്ട്. അവിടെയാണ് നമ്മൾ പാപം ചെയ്യുന്നത്. അപ്പം ഈ മനുഷ്യന് പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ജഡമുണ്ട്. പക്ഷെ ഈ ജഡത്തോട് അവൻ അഭിപ്രായം ചോദിച്ചിരുന്നില്ല. ദൈവം തക്ക സമയത്ത് ഉപദേശം കൊടുക്കും. ഫ്രീ വില്ല് ഉപയോഗിച്ച്, ഇച്ഛാശക്തി ഉപയോഗിച്ച് മനുഷ്യൻ ദൈവത്തിൻ്റെ ഉപദേശം സ്വീകരിക്കും. കാര്യങ്ങളെല്ലാം നന്നായിട്ട് പോകും. അത് വയലേറ്റ് ചെയ്തത് ആദ്യമായിട്ട് വീഴ്ചയുടെ സമയത്താണ്, അല്ലെങ്കിൽ ആദ്യ പാപത്തിൻ്റെ സമയത്താണ്. അങ്ങനെ മനുഷ്യൻ പാപിയായി തീർന്നു. രണ്ടാമത്തെ ഭാഗം, ഈ രണ്ട് മരങ്ങളും അനുസരണത്തിൻ്റെ അർത്ഥവും, ദ ടു ട്രീസ് ആൻഡ് ദ മീനിങ് ഓഫ് ഒബീഡിയൻസ്, ഇതും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞതാണ്. അതിനകത്ത് വരുന്ന ചോദ്യങ്ങൾ: ദൈവത്തിൻ്റെ ധാർമ്മിക നിയമങ്ങൾ അനുസരിക്കാൻ മനുഷ്യൻ ബാധ്യസ്ഥനായിരിക്കുന്നത് എന്തുകൊണ്ട്? വൈ ഷുഡ് ഐ ഒബേ ഗോഡ്സ് മോറൽ ലോസ്? ഇപ്പോഴത്തെ നിരീശ്വരന്മാരൊക്കെ പറയും ഈ ദൈവത്തെ എനിക്ക് വിഷയമേ അല്ല, ഐ എം നോട്ട് ഒബ്ലൈസ്ഡ്, എനിക്ക് ഈ ദൈവത്തെ അനുസരിക്കേണ്ട ഒരാവശ്യവുമില്ല, ഞാൻ എന്തിന് ഈ ദൈവത്തെ അനുസരിക്കണം? ഒന്നാമതായിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചവനാണ്. രണ്ടാമതായിട്ട് ദൈവം സർവശക്തനാണ്, നീതിമാനാണ്, കണക്ക് ചോദിക്കുന്നവനാണ്. മൂന്നാമതായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളിപ്പം പറഞ്ഞ ഘടകങ്ങളൊക്കെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആത്മാവുണ്ട്, രക്ഷിക്കപ്പെട്ടവരിലൊരു പരിശുദ്ധാത്മാവിനെ തരിക അല്ലേ, ത്രിയേകത്വത്തിലെ ദൈവമായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുക. പിന്നെ ഒരു മനസാക്ഷി തന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ മറ്റ് ഘടകങ്ങൾ, മനസ്സും അതുപോലെ നമ്മുടെ ഹൃദയവുമൊക്കെ വചനം സൂക്ഷിച്ചു വെച്ച് നമ്മളെ സത്യത്തിൽ വഴി നടത്താൻ കഴിവുള്ള ഘടകങ്ങളായിട്ട് മാറ്റിയെടുക്കാൻ കഴിയുന്നവയാണ്. നമ്മൾ ഈ ഗ്രഹിക്കുന്ന വചനങ്ങളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ മനസ്സിലേക്കാണ്. അപ്പം നമ്മളെ കോൺസ്റ്റിറ്റ്യൂഷണലി നന്മയും തിന്മയും തിരിച്ചറിയത്തക്ക വിധത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ധാർമ്മിക നിയമങ്ങൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്.
മാത്രമല്ല ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ സ്നേഹം ഒന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ എനിക്ക് ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ധാർമ്മികത പിന്തുടരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഇഫ് ഐ എൻജോയ് ദ ലവ് ഓഫ് ഗോഡ്, ഞാൻ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുന്നവനാണെങ്കിൽ, ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്ന അതുകൊണ്ടാണെങ്കിൽ എനിക്ക് സകല ധാർമ്മിക നിയമങ്ങളും സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്, ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. അത് അനുസരിക്കാൻ കഴിയില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അത് സെൽഫിഷ്നെസ്സാണ്. ഞാൻ സ്നേഹത്തിൻ്റെ ഉപഭോക്താവാണ്, ഗുണഭോക്താവാണ്. ഞാൻ ആർക്കും സ്നേഹം കൊടുക്കുകയില്ല എന്ന് പറയാൻ ഒരു മനുഷ്യനും അവകാശമില്ല. മനുഷ്യൻ ധാർമ്മിക നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. അതുപോലെ ജീവവൃക്ഷത്തിൻ്റെയും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെയും ഉദ്ദേശം എന്തായിരുന്നു? വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് ദ ട്രീ ഓഫ് ലൈഫ് ആൻഡ് ട്രീ ഓഫ് നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ? ഇതും നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് കഴിഞ്ഞതാണ്. കഴിഞ്ഞ സീരീസിൽ മനുഷ്യന് തൻ്റെ ഇച്ഛ ഉപയോഗിക്കാനുള്ള സംവിധാനമില്ലെങ്കിൽ ഇച്ഛയ്ക്ക് അർത്ഥമേ ഇല്ല. ശരിയും തെറ്റും സ്വീകരിക്കാനുള്ള സാധ്യതയില്ലെങ്കിൽ ഇച്ഛ എന്ന് പറയുന്ന കാര്യത്തിന് അർത്ഥമേ ഇല്ല. അപ്പം മനുഷ്യന് ദൈവം ഇച്ഛാശക്തി കൊടുത്തെങ്കിൽ അത് പരീക്ഷിക്കപ്പെടാനുള്ള സാധ്യതകൾ വേണമായിരുന്നു. മനുഷ്യൻ്റെ ഇച്ഛാശക്തി മാത്രമല്ല, അവൻ്റെ അനുസരണവും ദൈവത്തോടുള്ള വിധേയത്വവും പരീക്ഷിക്കുവാനുള്ള, എക്സ്പെരിമെൻ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനുള്ള ടൂളായിരുന്നു ഈ രണ്ട് മരങ്ങൾ. ഇപ്പം നമ്മൾ ഇലക്ഷനിലേക്ക് പോവുക, രണ്ട് സ്ഥാനാർത്ഥികളാണെന്ന് വിചാരിക്കുക. BJPയും കോൺഗ്രസും, അല്ലെങ്കിൽ BJPയും മാർക്സിസ്റ്റും, അല്ലെങ്കിൽ മാർക്സിസ്റ്റും കോൺഗ്രസുമേ ഉള്ളൂ. ഇപ്പം രണ്ട് കട്ട മാത്രമേ കാണത്തുള്ളൂ നമ്മുടെ വോട്ടിംഗ് മെഷീനിൽ. അതിൽ രണ്ട് സ്ഥാനാർത്ഥികളുടെയും സിമ്പൽ ഒട്ടിച്ചിരിക്കും. നമ്മൾ ഇതിലേത് ആളിനെയാണ് വേണ്ടെന്ന് കുത്തി നമ്മുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് നമുക്ക് വെളിപ്പെടുത്താനായിട്ട് പറ്റും. എനിക്ക് വേണ്ടത് ഇന്ന പാർട്ടിയാണ് എന്ന് പറഞ്ഞതുപോലെ, ഞാൻ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൻ്റെ അടിമയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തീരുമാനിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു കട്ട, അല്ലാത്തവർക്ക് വേറൊരു കട്ട. ദൈവത്തെ അനുസരിക്കാനാണ് എനിക്കിഷ്ടം എന്ന് പറയണമെങ്കിൽ ഇതിലേതാ അതിനുള്ള കട്ട? ജീവവൃക്ഷം. എനിക്ക് ഈ ദൈവത്തെ വേണം, എനിക്ക് പിശാചിനെ വേണ്ട, ഞാൻ നിൻ്റെ അടിമയായി ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്, നീ എന്നെ ഉപദേശിച്ചാൽ മതി, ഞാൻ ആ വഴിയിൽ പൊക്കോളാം, എനിക്ക് ഓട്ടോണോമി വേണ്ട, എനിക്ക് സ്വാതന്ത്ര്യം വേണ്ട, നിൻ്റെ ഉപദേശമാണ് ഏറ്റവും നല്ലത്, നീ സർവജ്ഞാനിയാ, സർവജ്ഞാനി പറയുന്നതിൽ നല്ലൊരു ഉപദേശം കിട്ടാനില്ല. യൂട്യൂബിൽ പോയല്ലേ, ഇപ്പം നമ്മൾ കുക്കിങ്ങിനൊക്കെ യൂട്യൂബിലാണ് പോകുന്നത് അല്ലേ? പക്ഷേ ഏറ്റവും നല്ല ഉപദേശം കിട്ടുന്നത് ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ ഉപദേശം മതി, അതുകൊണ്ട് ഞാൻ ട്രീ ഓഫ് ലൈഫിൽ കുത്തുന്നു. അല്ല, ഇത് വേണ്ട, എനിക്ക് സ്വാതന്ത്ര്യം വേണം, എനിക്ക് കഴിവുകളുണ്ട് എന്നൊക്കെ നമുക്ക് ദൈവത്തോട് പറയണമെങ്കിൽ അതിനുള്ള കട്ടയാണ് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. അത് ഇതിലേത് നമ്മൾ ഉപയോഗിക്കുന്നു അതനുസരിച്ച് നമ്മുടെ ഭാവി മാറുമായിരുന്നു. മനുഷ്യൻ ജീവവൃക്ഷത്തിന് പകരം നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലമാണ് തിന്നുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതാണ്, ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നണമെന്ന് കൽപ്പനയുണ്ടായിരുന്നു. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് പോകാം. 16-ാം വാക്യം. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ മതി. അത് ഒറിജിനലില് thou shalt surely eat എന്നാണ് എഴുതിയിരിക്കുന്നത്. നീ നിശ്ചയമായിട്ടും തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം തിന്നണം, ഒരെണ്ണം മാത്രം തിന്നരുത്. അങ്ങനെയായിരുന്നു കൽപ്പന. മലയാളത്തിൽ വായിച്ചാൽ തിന്നാം അല്ലേ? പാരഗണി പോയിട്ട് അവിടുത്തെ മെനു കാർഡ് എടുത്ത് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മാത്രം, ഫിഷ് മാംഗോ കറി മാത്രം ഓർഡർ ചെയ്ത് കളയാം. അങ്ങനെ ഒരു പരിപാടി അല്ലായിരുന്നു. thou shalt surely eat. പഴയ KJV എടുത്ത് നോക്കിയാൽ അതിനകത്ത് കാണാം. പിന്നീട് അവരൊക്കെ ഇതെല്ലാം അങ്ങ് സ്റ്റാൻഡർഡൈസ് ചെയ്ത് ആ ഒറിജിനലിൻ്റെ ട്രാൻസ്ലേഷനൊക്കെ മാറ്റിയിട്ടുണ്ട്. പഴയ മൊബൈലിലൊക്കെ നോക്കിയാൽ ചില വേർഷനിലൊക്കെ KJVയിൽ കാണാം. ഒറിജിനലും അങ്ങനെയാണ്. thou shalt surely eat. നീ തീർച്ചയായിട്ടും തരണം. അതിനകത്ത് ജീവവൃക്ഷവും പറയുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷെങ്കിൽ മനുഷ്യന് നല്ല ആരോഗ്യത്തിൽ, ഡയബറ്റിക്സും ഹാർട്ട്
ഡിസീസും ഒന്നും ഇല്ലാതെ ജീവിക്കാൻ വേണ്ട എല്ലാ ഗുണവിശേഷങ്ങളും അടങ്ങിയ പല മരങ്ങൾ അതിൽ നിന്നിങ്ങനെ മാറി മാറി കഴിച്ചാൽ അവൻ വളരെ ബാലൻസ്ഡായിട്ട് ജീവിക്കാൻ പറ്റുമായിരുന്നു. അന്ന് ഡയബറ്റിക്സ് ഒന്നുമില്ല, ഞാൻ തമാശയായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പം ഈ ഫലമെല്ലാം തിന്നണമായിരുന്നു. പക്ഷേ ഇവന് ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നുമോ എന്നുള്ളത് പേടി ദൈവത്തിന് വരുന്ന, പാപം ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇനിയും തിന്നണ്ട, പണ്ട് അവസരം ഉണ്ടായിരുന്നു അന്ന് തിന്നാൽ മതിയായിരുന്നു, അന്ന് നീ തിന്നില്ല, ഇനിയും അങ്ങോട്ടേക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് കെരുബുകളെ വെച്ച് ദൈവം അടച്ചു കളയുന്നു. ഓക്കെ, അപ്പം ഈ ജീവവൃക്ഷത്തിൻ്റെയും നന്മതിന്മകളെയും കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഉദ്ദേശം മനുഷ്യന് അവൻ്റെ ഹിതം, വില്ല് വെളിപ്പെടുത്താൻ, എനിക്ക് ദൈവത്തെ വേണം, മനഃപൂർവ്വമായിട്ട് ദൈവത്തോട് പറഞ്ഞ് അത് പ്രകാശിപ്പിക്കാനായിട്ട് ഒരു മരവും ഇല്ല, എനിക്ക് നിന്നെ വേണ്ട എന്ന് ചിന്തിച്ചുറച്ച് തീരുമാനമെടുത്ത് ദൈവത്തോട് പറയാൻ വേറൊരു മരവും, 2 മരങ്ങൾ. അപ്പം അതുകൊണ്ട് ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഇൻസ്ട്രുമെൻസ് ആയിരുന്നു, ദൈവത്തിൻ്റെ പരീക്ഷണ ഉപകരണങ്ങളായിരുന്നു. ആരാണ്ട് പറഞ്ഞു, ഇത് ആരെങ്കിലും അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതിയായിരുന്നു, ഈ കുഴപ്പമൊന്നും വരത്തില്ലായിരുന്നല്ലേ. ഇത് വളരെ ആവശ്യമായിട്ടുള്ള ദൈവത്തിൻ്റെ പരീക്ഷണ ഉപകരണങ്ങളായിരുന്നു. മനുഷ്യൻ അതിൻ്റെ ഫലം തിന്ന് പാപിയാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവം അറിവിൻ്റെ വൃക്ഷം സൃഷ്ടിച്ചത് എന്തുകൊണ്ട്? നമ്മളതൊന്ന് ചർച്ച ചെയ്തു പോയതാണ്. ഇവന് കുഴപ്പം വന്നാലും ഇവനെ രക്ഷിച്ചെടുക്കാമെന്നുള്ള ഉറപ്പ് ദൈവത്തിനുണ്ടായിരുന്നു. പോട്ടെ, ഞാനിവനെ പൂർണ്ണ ബെസ്റ്റ് ഫോമിലേ സൃഷ്ടിക്കത്തുള്ളൂ, വിത്ത് ഫ്രീ വില്ലോടുകൂടെ സൃഷ്ടിക്കത്തുള്ളൂ. ഒരു പക്ഷേ ഇവൻ പാപം ചെയ്യുന്നേ ചെയ്യട്ടെ, എനിക്കറിയാം ഇവനെ വീണ്ടെടുക്കാൻ, അതിന് എനിക്കൊരു മാർഗമുണ്ട്. ഞാനുമായിട്ട് ഒന്നായിരിക്കുന്ന ത്രിയേകത്വത്തിലെ രണ്ടാമനെ മനുഷ്യനായിട്ട് അയച്ച് ഇവരുടെ ഈ തെറ്റിനും ഇനിയും ചെയ്യാൻ പോകുന്ന സകല തെറ്റിനുമുള്ള ശിക്ഷ അവന്മേലാക്കിയിട്ട് ഇവനെ വീണ്ടെടുക്കാനായിട്ട് എനിക്കറിയാം. സ്നേഹവാനായ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ നിർണയമായിരുന്നു. സൃഷ്ടിക്കാതിരിക്കാനായിട്ട് ഞാൻ തീരുമാനിക്കാനായിട്ട് പോകുന്നില്ല, മറിച്ച് അവൻ പാപം ചെയ്താലും തിരികെ വരുമ്പോൾ യെസ്, ദൈവത്തിന് വലിയ സന്തോഷം. അപ്പം സാധാരണ നിരീശ്വരവാദികളൊക്കെ ചോദിക്കും, 90% നരകത്തിലേക്കാണ് പോകുന്നത്, 10% സ്വർഗത്തിൽ പോകുന്നത്. അപ്പം ദൈവമാണോ ജയിച്ചത്, പിശാചാണോ ജയിച്ചത്? നമ്മൾ കഴിഞ്ഞ ആഴ്ച അത് ചിന്തിച്ച് ഓർക്കുന്നോ? 10% പേരല്ലേ രക്ഷിക്കപ്പെടുന്നുള്ളൂ. ഇപ്പം മിഷൻ ഏജൻസീസൊക്കെ പറയുന്നു 10%-ഓളമാണ് രക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം. ഒരു പക്ഷേ ലോകചരിത്രത്തിൽ ഏറ്റവും രക്ഷിക്കപ്പെട്ടവരുള്ള ഒരു കാലഘട്ടമാണെന്നാണ് പല മിഷൻ ഏജൻസീസും പറയുന്നത്. അത് കൃത്യമായിരിക്കണമെന്നില്ല, 5 അല്ലെ 8 നമുക്കറിയത്തില്ല. മെജോറിറ്റി നരകത്തിലേക്ക് പോവുക. ദൈവത്തിൻ്റെ ബിസിനസ് പൊട്ടിയില്ലേ? പരാജയപ്പെട്ടോ? പക്ഷെ സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? നഷ്ടപ്പെട്ട ഒന്നിനെ തിരികെ കിട്ടിയാൽ കയ്യിലുള്ള സകലത്തിനേക്കാളും വില അതിനാ. ആണോ? 100 ആട് 99 വിട്ടേച്ച് ഒന്നിനെ തിരക്കിപ്പോയി, അതിനെ കിട്ടിയപ്പം തോളിലെടുത്ത് ഉടമസ്ഥൻ ഭയങ്കര ആഘോഷമാണ്. നാട്ടുകാരെയൊക്കെ വിളിച്ച് എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കിട്ടി. ഈ ആഘോഷത്തിൻ്റെ ചെലവ് എന്തായിരിക്കും? ചിലപ്പോൾ ഒരു 2 ആടിനെ കൊന്ന് കറി വെച്ച് കാണും, ഇല്ലയോ? ആലോചിച്ച് നോക്കിക്കേ. സ്നേഹത്തിന് ഇങ്ങനെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. ലാഭനഷ്ടം ഒന്നും നോക്കത്തില്ല. ത്രിത്വത്തിലെ രണ്ടാമനായ, ഞാനുമായി ഒന്നായിരിക്കുന്നവനായ യേശുക്രിസ്തുവിനെ ബലി അർപ്പിച്ചാണെങ്കിലും ഒരു മനുഷ്യനെ വീണ്ടെടുത്താൽ സ്വർഗത്തിൽ ലാഭമാണ്. കണക്ക് മുഴുവൻ നമ്മൾ സാധാരണ പറയുമല്ലോ, ബ്ലാക്കിലായി ബാലൻസ് ഷീറ്റ് അല്ലേ, ലാഭത്തിലായി. ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റും? അങ്ങനെയാണോ ശരിക്കുള്ള കണക്ക്? ഈ കർത്താവ് പറഞ്ഞ 3 ഉപമകൾ സ്വർഗത്തിലെ കണക്കാന്നോ പറഞ്ഞത്, ഭൂമിയിലെ കണക്കാന്നോ പറഞ്ഞേ? ഭൂമിയിലെയാ പറഞ്ഞു. ഇടയൻ്റെ കാര്യം, സ്വർഗത്തിൽ ഇടയനുണ്ടോ? ഉണ്ടോ? ഇല്ല. സ്വർഗത്തിൽ ദ്രഹ്മയുണ്ടോ? ഇല്ല. സ്വർഗത്തിൽ നഷ്ടപ്പെട്ട പോയ മോനുണ്ടോ? മുടിയമ്പുത്രനുണ്ടോ? ഇല്ല. ഭൂമിയിലെ ഒരിടയൻ, ഒരു വീട്ടുകാരി, ഒരപ്പൻ എന്തു ചെയ്യുമെന്നുള്ള ഉദാഹരണം എടുത്താ ദൈവം പറയുന്നത്. നിങ്ങളും അങ്ങനല്ലേ? അപ്പം പിന്നെ സ്നേഹസമ്പൂർണമായനായ എൻ്റെ കാര്യം പറയണോ? അല്ലേ? കർത്താവ് ഈ ഉപമ പറഞ്ഞിട്ട് എന്ത് മണ്ടത്തരവാ കർത്താവ് നീ പറയുന്ന? ആരെങ്കിലും ചോദിച്ചോ?
ഇന്നത്തെ നിരീശ്വരന്മാരാരെങ്കിലും ചോദിക്കുന്നുണ്ടോ ഈ 100 ആടുകളുടെ ഉപമ ഒരു മണ്ടൻ ഉപമയാണ്, അല്ലെ 10 ദ്രഹ്മകളുടെ ഉപമ ഒരു മണ്ടൻ ഉപമ? 10 ദ്രഹ്മയുടെ വിലയെന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. ഇതിന് അയൽക്കാരെ എല്ലാം വിളിച്ച് ആഘോഷിക്കണേ ചിലപ്പോൾ 5 ദ്രഹ്മ ചിലവാകും. ഓരോ ഐസ്ക്രീം മേടിച്ചു കൊടുക്കണേ തന്നെ 5 ദ്രഹ്മ കൂടുതൽ ചിലവാകും. പക്ഷെ ഈ സ്ത്രീ നഷ്ടപ്പെട്ട ഒരു ദ്രഹ്മ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്, കിട്ടിയപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഷീ ഈസ് വില്ലിംഗ് ടു സ്പെൻഡ് എനിത്തിങ്. യെസ്, ഒരു പാപി രക്ഷിക്കപ്പെട്ടാൽ തന്നെ ഗോഡ്സ് ഫിനാൻസ്, ഗോഡ്സ് ബാലൻസ് ഷീറ്റ് ഈസ് ഈവൻലി ബാലൻസ്ഡ്. അപ്പം അങ്ങനെയാണെങ്കിൽ എത്രയോ ആയിരങ്ങൾ ദൈവസന്നിധിയിൽ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് പോവുക. ദൈവത്തിൻ്റെ കണക്കിൽ ദൈവത്തിൻ്റെ കച്ചവടം വിജയിച്ചു കഴിഞ്ഞു. ഓക്കെ, അനുസരണത്തെ പരീക്ഷിക്കാൻ വൃക്ഷങ്ങൾ ഉചിതമായ ഉപകരണങ്ങളായിരുന്നുവോ? ഇതിനേക്കാൾ നല്ല വല്ല പരിപാടി ഉണ്ടാക്കാമായിരുന്നു ദൈവത്തിന്. എന്താ ഈ മരത്തിൻ്റെ പ്രത്യേകത? ഇത് നടുക്ക എല്ലാവർക്കും കാണാം. അതൊരാടായിരുന്നില്ല, അവിടെ കൊണ്ട് കെട്ടിയാൽ മതി. ഒരാടിനെ അവിടെ കൊണ്ട് കെട്ടിച്ചാൽ നിങ്ങളാരും ഇതിനെ പിടിച്ച് മട്ടൻ കറിയാക്കരുത്, മട്ടൻ കറിയാക്കുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് വേണേൽ പറയാമായിരുന്നു. എന്നാലും നടുക്ക വാലിഡ് പോയിന്റ്. പിന്നെ ഇത് ആളുകളെ ആകർഷിക്കുമായിരുന്നോ? എങ്ങനെ അറിയാം? ഹവ്വാമ്മച്ചിയെ ആകർഷിച്ചു അല്ലേ? ഹവ്വ തിന്നില്ലേ? എന്തുകൊണ്ടാണ് തിന്നേ? 3-ാം അധ്യായം 6-ാം വാക്യം അല്ലേ? കാണുവാൻ നല്ലത്, തിന്നാൻ രുചിയുള്ളത്, ജ്ഞാനം പ്രാപിക്കാൻ കാമ്യം. ബെസ്റ്റാ, മനുഷ്യനെ ആകർഷിക്കാൻ പര്യാപ്തമാ. പിന്നെന്തായിരുന്നു ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ? അപ്പം പരീക്ഷിക്കണേ, ആകർഷിക്കണം വേണ്ടേ? ആരും ആകർഷിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത എന്തെങ്കിലും ഒരു മാർഗം വെച്ചു. നമ്മുടെ കോർപ്പറേഷൻ്റെ ഒരു വേസ്റ്റ് ഇടുന്ന സാധനം കൊണ്ടുവച്ചിട്ട് ഇതിൽ നിന്ന് ആരും കൈയിട്ട് വാരരുത് എന്ന് പറഞ്ഞാൽ നല്ല എക്സാമ്പിൾ ആകുമോ? നല്ല ഉപകരണമാകുമോ? അല്ലെങ്കിലും അതാരും ആകർഷിക്കപ്പെടത്തില്ല. അത് ആരും ചെയ്യാൻ സാധ്യതയില്ല. അപ്പം ആകർഷിക്കപ്പെടണം. ഫ്രീ വില്ല് പരീക്ഷിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹവും വിധേയത്വവും പരീക്ഷിക്കാനായിട്ട് ഉണ്ടാക്കുന്ന ഉപകരണത്തിൻ്റെ ഒരു അടിസ്ഥാന ക്വാളിഫിക്കേഷൻ അത് ആകർഷിക്കുന്നതായിരിക്കണം. എന്നാൽ അത് അടുത്ത ക്വാളിഫിക്കേഷൻ, അത് ബലമായിട്ട് പിടിച്ചു പാപം ചെയ്യിക്കുന്ന ഒന്നായിരിക്കരുത്. നമ്മുടെ നാട്ടിലെ ഗുണ്ടകളെ പോലെ ഒരുത്തനെ പിടിച്ച് വായിൽ ബലമായിട്ട് കള്ളൊഴിച്ച് കൊടുത്തേച്ച് തല്ലും കൊടുത്ത് വിടുന്ന ഗുണ്ടകളൊക്കെ ഉണ്ടല്ലേ. അത് നല്ലൊരു പരീക്ഷണ രീതിയല്ല. നോക്കിക്കേ, ഈ മരം ആകർഷിക്കും, പക്ഷേ ഈ മരം ഒരിക്കലും ആരെയും വരിഞ്ഞു മുറക്കി അവൻ്റെ വായിലേക്ക് ഇതിൻ്റെ പഴം വെച്ച് കൊടുത്ത് തിന്നടാ, തിന്നില്ലേ നിന്നെ കൊല്ലുമെന്നൊന്നും മരം പറയത്തില്ല അല്ലേ. ബെസ്റ്റ്, യു കനോട്ട് ഇംപ്രൂവ് അപ്പോൺ ഗോഡ് സ്കീംസ്. നമ്മളിതൊക്കെ വായിക്കുമ്പോൾ കഥകളാണോ എന്നൊക്കെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ. എരിവും പുളിയൊക്കെ ചേർക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു മരം വേണം, അത് തോട്ടത്തിൻ്റെ നടുക്ക് നിൽക്കണം, അത് പോയി പറിച്ചു തിന്നു, കുഴപ്പമായി, ആ കഥകളൊക്കെ വേണമല്ലോ. അല്ല, ഇത് റീസണബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യന് ശരിക്കും ചിന്തിച്ച് മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കത്തക്ക കാര്യമാ ഉൽപ്പത്തി പുസ്തകം 1 തൊട്ട് 11 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. പിശാചും അതുപോലെ വിശ്വാസികളെന്ന് പറയുന്നവർ പോലും ഒരുപാട് ആക്രമിക്കുന്ന ചില അധ്യായങ്ങളാണിതെങ്കിലും ഏറ്റവും സ്വീകാര്യമാണ്. അപ്പം ഏറ്റവും ഉചിതമായിട്ടുള്ള ഉപകരണങ്ങളായിരുന്നു. പിന്നെ ഈ വൃക്ഷങ്ങൾ മാന്ത്രികമായിരുന്നോ അതോ പ്രതീകാത്മകം മാത്രമായിരുന്നുവോ? ഇത് പ്രതീകാത്മകമായിരുന്നു. ഇതിൻ്റെ പഴം പറിച്ചു നിന്നുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ദൈവം പറഞ്ഞതുകൊണ്ടാണ് ഈ എഫക്റ്റ് വരുന്നത്. ജീവവൃക്ഷമായാലും അല്ലെങ്കിൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷമാണേലും അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ദൈവം കൽപ്പിച്ചുകൊണ്ടാണ്. ഇതിൽ നിന്ന് തിന്നാൽ നിനക്ക് എന്നോടുള്ള നിൻ്റെ സ്നേഹവും വിധേയത്വവും ഒക്കെ പ്രഖ്യാപിക്കാം. അതാണ് ജീവവൃക്ഷം. ഇതിൽ നിന്ന് തിന്നാൽ നിനക്ക് ശാപം ലഭിക്കും. അത് പ്രകടിപ്പിക്കാനുള്ള പ്രതീകാത്മകമായിട്ടുള്ള മരങ്ങളായിരുന്നു. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. പിന്നെ ഇനി നമ്മൾ പുതിയ പോയിന്റ്സിലേക്ക് വരികയാണ്. സാത്താൻ പയറ്റിയ തന്ത്രം എന്തായിരുന്നു? പുതിയ നിയമത്തിലൊരു വാക്യമുണ്ട്, സാത്താൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. അറിയുന്നവരാണല്ലോ എന്ന് പറയുന്നതിന് പകരം അറിയാത്തവരല്ലല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എംഫസിസ് കൊടുക്കാൻ. അപ്പോൾ സാത്താൻ്റെ തന്ത്രം എന്തായിരുന്നു എന്നൊന്നറിയണം. അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്യും. ഉൽപ്പത്തി 3:4-5 സാത്താൻ സ്ത്രീയോട് പറഞ്ഞത്, അറിവിൻ്റെ വൃക്ഷഫലം ഭക്ഷിച്ചാൽ അവൾ മരിക്കയില്ല,
അവളുടെ കണ്ണുകൾ തുറക്കപ്പെടുകയും അവൾ നന്മതിന്മകളെക്കുറിച്ച് തിരിച്ചറിയുകയും ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്നാണ്. ആർക്കെങ്കിലും ഇംഗ്ലീഷിൽ ആ വാക്യം ഒന്ന് വായിക്കാമോ? And the serpent said unto the woman, Ye shall not surely die. For God doth know that in the day ye eat thereof, then your eyes shall be opened, and ye shall be as gods, knowing good and evil. ഓക്കെ. പിശാച് ഹവ്വയെ വഴിതെറ്റിക്കാൻ, ഹവ്വയെ മാത്രമല്ല ആദാമിനെയും വഴിതെറ്റിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം അതിന് ഉള്ള ഉപദേശം കൊടുക്കുക. ഈ 3-4 വാക്യങ്ങളിൽ ഞാൻ മലയാളത്തിലൂടെ വായിക്കാം. നിങ്ങൾ മരിക്കയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ഇതാരെയാണ് അഡ്രസ്സ് ചെയ്തേക്കുന്നേ? അവിടുത്തെ ഗ്രാമർ ഒന്ന് നോക്കിക്കേ. നിങ്ങളെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആരോടാ പറഞ്ഞേ? അതെന്തിനാ അങ്ങനെ നിങ്ങളെന്ന് പറഞ്ഞു? ഹവ്വയല്ലേ തെറ്റിയെ അല്ലേ? വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടാകുമ്പോൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ, നിന്റെ വർഗവാടി തെറ്റിച്ച് അല്ലേ? ശരിയല്ലേ? പക്ഷെ ഇവിടെ പ്ലൂറലാണ് പറഞ്ഞേക്കുന്നത്, ബഹുവചനത്തിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ആദാം ഇതിൽ പാർട്ടി ആയിരുന്നോ? ആദാം കൂടെ നിൽക്കുകയായിരുന്നു അല്ലേ? നമുക്ക് അതിൻ്റെ 6-ാം വാക്യം തൊട്ടൊന്ന് വായിക്കാം ഇംഗ്ലീഷിൽ. And when the woman saw that the tree was good for food, and that it was pleasant to the eyes, and a tree to be desired to make one wise, she took of the fruit thereof, and did eat, and gave also unto her husband with her, and he did eat. Husband with her. ആഹാ, കെട്ടിയവനും കൂടെ നിൽക്കുകയായിരുന്നു നീ. ഇപ്പം പിശാചിൻ്റെ പ്രസംഗമൊക്കെ രണ്ടുപേരോടുമാണ്. ഇനിഷ്യേറ്റീവ് എടുത്തത് ഹവ്വയാണെന്നേ ഉള്ളൂ. ആദാം ഒന്നും അനങ്ങിയില്ല. ഇതൊക്കെ കണ്ടോണ്ടിങ്ങനെ നിന്നു. എന്തു പറ്റുമെന്ന് നോക്കിക്കളയാം. മലയാളത്തിൽ അവളോടുകൂടെ നിന്നിരുന്നു എന്നുള്ള പദപ്രയോഗം കാണുന്നില്ല. ഒറിജിനലിലും ആ നിന്നിരുന്നു എന്ന് നേരിട്ട് പറയുന്നില്ല. പക്ഷെ ഗ്രാമർ വെച്ച് നോക്കുമ്പം ഹി വാസ് വിത്ത് ഹെർ. ആദാം ഹവ്വയുടെ കൂടെ നിൽക്കുകയായിരുന്നു. അപ്പം ഇവരെ രണ്ടുപേരെ അഡ്രസ്സ് ചെയ്താ പറയുന്നത്. അപ്പം സാത്താന് സ്ത്രീയോട് പറഞ്ഞത്, അറിവിൻ്റെ വൃക്ഷം ഭക്ഷിച്ചാൽ അവൾ മരിക്കയില്ല, അവളുടെ കണ്ണുകൾ തുറക്കപ്പെടും, അവൾ നന്മതിന്മകളെക്കുറിച്ച് തിരിച്ചറിയും, ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. ഞാൻ ഇവിടെ ഹവ്വയെ മാത്രം എടുത്താ പറയുന്നത്. പക്ഷേ ശരിക്കും അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ ആദാമിൻ്റെ ലംഘനത്താൽ എല്ലാവരും മരിക്കുമെന്ന് പറഞ്ഞേക്കുന്നത്. ഹവ്വയുടെ കാര്യം പറഞ്ഞിട്ടില്ല. അതേസമയം തന്നെ 1 തിമോഥെയോസിൽ ഹവ്വയാണ് ആദ്യം പാപം ചെയ്തതെന്നും പറയുന്നുണ്ട്. അപ്പം ഇത് രണ്ടും ശരിയാണ്. ഇനിഷ്യേറ്റീവ് എടുത്ത ഹവ്വയാണ്. പക്ഷെ ആദാമും ഇതിൽ തുല്യമായിട്ട് ഉത്തരവാദിയായിരുന്നു. ഓക്കെ. അപ്പം പിശാച് ഇതാ പറയുന്നത്, ഇത് തിന്നാൽ കണ്ണു തുറക്കും, ദൈവത്തെ പോലെയാകും, ഭയങ്കര ഗുണങ്ങളാണ്, അതുകൊണ്ട് പറിച്ചു തിന്നോ. ഇതിന് വിനാശകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകണമായിരുന്നു. അതെങ്ങനെ അറിയാം? ഈ 2-ാമത്തെ വാക്യം തൊട്ട് ഈ സ്ത്രീ തന്നെ പറയുന്നുണ്ട് ഇതിനൊക്കെ പോയാൽ ഏടാകൂടമാണെന്നല്ലേ അല്ലേ? 2-ാമത്തെ വാക്യത്തിൽ എന്നാ പറയുന്നത്? ഒന്ന് വായിച്ചേക്കാമോ? 3 വായിച്ചാൽ മതി. എന്നാൽ നിങ്ങൾ സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ. ഈ ഫലം തിന്നരുതെന്നുള്ള അവർക്ക് നന്നായിട്ടറിയാം. അതിൻ്റെ 3 വാക്യം കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരി തിന്നെന്ന് പറയുന്നത്. അതിൻ്റെ അടുത്ത വാക്യത്തിൽ ആ പിശാചിൻ്റെ ഈ പ്രഭാഷണവും അല്ലേ, ഒരു കുഴപ്പമില്ല, നിങ്ങൾ ദൈവത്തെ പോലെ ആകും, ദൈവത്തിനൊരല്പം അസൂയുള്ളത് കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചേക്കുക, നിങ്ങൾക്കും ദൈവത്തെ പോലെ ആകാം, ദൈവത്തെ പോലെ ആകാമെന്നും പറഞ്ഞ കാര്യത്തിലൊക്കെ പുള്ളി വളരെ സൂക്ഷിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ പ്രസംഗിക്കാൻ കഴിവുള്ള ഒരാളാണ് പിശാച്. ഓക്കെ. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ? പ്രത്യാഘാതങ്ങൾ അനിവാര്യമായിരുന്നു. ഇതിൽ നിന്ന് പറിച്ച് തിന്നരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർവശക്തൻ, സൃഷ്ടാവ്, ദഹിപ്പിക്കുന്ന അഗ്നി, എന്നാൽ സർവസ്നേഹി, ഇങ്ങനെയുള്ള ദൈവം പറഞ്ഞിട്ടുണ്ട് ഇത് പറിച്ച് തിന്നരുതെന്ന്. അപ്പം ഇതിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടായേ പറ്റുള്ളൂ. എന്തൊക്കെയാണ് പ്രത്യാഘാതങ്ങൾ? ഒന്ന്, ദൈവത്തിൻ്റെ മുന്നറിയിപ്പിനെ നേരിട്ട് നിഷേധിച്ചു. ഡിറക്റ്റ് ഡിനയൽ ഓഫ് ഗോഡ്സ് വാർണിംഗ് സാത്താൻ ചെയ്യുന്നത്. നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ദൈവം പറഞ്ഞതിന് നേരിട്ട് എതിര് പിശാച് പറയുക, 100% എതിരായിട്ട്.
ഒന്നും പേടിക്കണ്ട, കഴിച്ചോ, നിങ്ങൾ മരിക്കത്തില്ല. ഇത് ഒരു ബ്ലേറ്റൻറ്റ് ലൈ ആയിരുന്നു. പിന്നെ പ്രോമിസ് ഓഫ് ഓപ്പൺഡ് ഐസ്, നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ബോധം ഉണ്ടാകും. കണ്ണ് തുറക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നിങ്ങളുടെ കണ്ണൊന്ന് തുറന്നിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ആ അർത്ഥത്തിലാണ്, ഒരു യൂസേജാണ്. അത് പുതിയ അവബോധം, പുതിയ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കും എന്നുള്ളതാണ് പിശാച് പറഞ്ഞത്. അത് ശരിയായിരുന്നു. കാരണം പിന്നീട് 7-ാം വാക്യത്തിൽ അത് സംഭവിച്ചായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ഷിഫ്റ്റ് ടു എ ന്യൂ ലെവൽ ഓഫ് കോൺഷ്യൻസ്, ഒരു പുതിയ ബോധാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും. പിന്നെ നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ, നന്മയും തിന്മയും അറിയും. നിങ്ങൾ നന്മയും തിന്മയും കുറിച്ചും അറിയും. ഇത് ബൗദ്ധികമായിട്ടുള്ള അറിവല്ല, ഇത് യാത എന്നുള്ളൊരു പദമാണ് ഒറിജിനൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആദാം ഹവ്വയെ അറിഞ്ഞു എന്നൊക്കെയുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ്. അനുഭവപരമായിട്ടുള്ള അറിവ്, സാധാരണ അറിവിനും ഇതേ പദം ഉപയോഗിച്ചിട്ടുണ്ട്. സന്ദർഭത്തിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം അറിയുന്നത്. അനുഭവത്തിലൂടെ അറിയുക. ഇപ്പം പിശാച് പറയുന്നത് നിനക്ക് നന്മ അനുഭവത്തിലൂടെ അറിയാം. അതിനകത്ത് കള്ളം വല്ലതും ഉണ്ടോ? നന്മ അനുഭവത്തിലൂടെ ആദാം അറിഞ്ഞിട്ടുണ്ടോ ഇതിനു മുമ്പേ? ഉണ്ടെന്നേ. നീ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണുമ്പിള്ളയെ കൊണ്ട് സൃഷ്ടിച്ചു, അന്നേരമേ കല്യാണവും നടത്തി സുഖമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. നന്മ എന്താണെന്ന് ആദാമിന് അറിയാം, അനുഭവപരമായിട്ട് തന്നെ അറിയാം. ഈ ദൈവത്തെ അനുസരിച്ചാൽ കുശാല എന്നറിയാം. പക്ഷേ തിന്മയെക്കുറിച്ചുള്ള അനുഭവപരമായിട്ടുള്ള പരിചയം ഇല്ല. അപ്പം പിശാച് പറയുന്നത് നിനക്ക് അനുഭവപരമായിട്ടുള്ള അറിവ്, എക്സ്പീരിയൻഷ്യൽ നോളജ്, യാത YADA ലഭിക്കും എന്ന് പറഞ്ഞാൽ ഈ പുള്ളി വാസ്തവത്തിൽ പറഞ്ഞ എന്നാ, പാപമൊക്കെ ഒന്ന് ചെയ്ത് ജീവിതം ഒന്ന് കുളവാക്കാനുള്ള അവസരമാണെന്നാണ് പുള്ളി പറഞ്ഞു. പക്ഷെ പുള്ളി അത് നന്നായിട്ട് പാക്കേജ് ചെയ്താ പറയുന്നത് അല്ലേ. നന്മയും തിന്മയും അനുഭവിച്ചറിയാനുള്ള ഒരു അവസരമാണ് അല്ലേ. നമ്മുടെ ഈ കോളേജിലൊക്കെ പോകുന്ന പിള്ളേർ മറ്റുള്ള കൂട്ടുകാരൊക്കെ എന്തെങ്കിലും പുകവലിക്കുകയോ അല്ലെങ്കിൽ മയക്കുമരുന്നോ വല്ലതും ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരനുഭവപരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിന് വേണ്ടി, ഒരു എക്സ്പീരിയൻസ് നോളജിന് വേണ്ടി അതിലൊക്കെ കയറി തൊടാറുണ്ട്. അങ്ങനെ പിന്നെ ജീവിതം കുളമായി, പഠിത്തം എല്ലാം കുളമായി നശിച്ചു പോകുന്ന അനേകരെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ ഒരു ഉപദേശമായി പുള്ളി കൊടുക്കുന്നത്. വാസ്തവത്തിൽ തിന്മയെക്കുറിച്ച് നിനക്കൊരു അനുഭവപരമായിട്ടുള്ള വിജ്ഞാനം കിട്ടും, പരിജ്ഞാനം കിട്ടും എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. കാരണം നന്മയെക്കുറിച്ച് ഇഷ്ടം പോലെ അനുഭവം ഉണ്ട് ഓൾറെഡി. പക്ഷെ അതല്ല, പുള്ളി അത് ഭംഗിയായിട്ട് പാക്കേജ് ചെയ്ത് പറയുക. ഇത് നിനക്കൊരു നല്ല അവസരമാണ്, നന്മയും തിന്മയും അനുഭവപരമായിട്ട് അറിയാൻ. പിന്നോ ക്ലെയിം ഓഫ് ബിക്കമിങ് ലൈക്ക് ഗാഡ്, ദൈവത്തെ പോലെ ആകാനുള്ള ഒരു അവസരമാണ്. തിന്നുന്ന നാളിൽ നിനക്ക് ദൈവത്തെ പോലെ ആകാനുള്ള ഒരു അവസരമാണ്. നമുക്ക് ഇത് 2-ാം അധ്യായത്തിൽ ദൈവം പറയുന്ന ഒരു ഭാഗമുണ്ട്, 17-ാം വാക്യം. ഇംഗ്ലീഷിലൊന്ന് വായിക്കാമോ? മലയാളത്തിൽ ഞാൻ വായിക്കാം. എന്നാൽ നന്മകൾ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. But of the tree of the knowledge of good and evil thou shalt not eat of it, for in the day that thou eatest, therefore thou shalt surely die. ആ നോളജിന് മുന്നേ ഒരു ദായുണ്ട്. ദ ട്രീ ഓഫ് ദ നോളജ്, ഒരു പ്രത്യേക നോളജ് കിട്ടുമെന്നാണ് പിശാച് പറയുന്നത്. അതേത് പ്രത്യേക നോളജാ? മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം ശരിക്കും വിശദീകരിച്ചു കൊടുത്തു കാണും. ബൈബിളിലെ കോൺവെർസേഷൻസ് എല്ലാം 100% ബൈബിളിൽ എഴുതിയിട്ടില്ല. ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാര്യം പറയും, യോഹന്നാനിൽ തന്നെ പറയുന്നുണ്ട്, അവൻ ചെയ്ത പല കാര്യങ്ങളും ഒക്കെ ഇതിനകത്തില്ല, എഴുതിയാൽ ഒരുപാട് വരും. അപ്പോൾ അതുകൊണ്ട് ദൈവം ഇത്രയും കാര്യമേ പറഞ്ഞിട്ടുള്ളൂ എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഹവ്വ പേടിച്ചു. അതുകൊണ്ടല്ലേ 2-ാം വാക്യം വന്നേ, തൊടുക പോലും അരുത്. ഞങ്ങളുടെ ലിയക്കുട്ടിയോട് ഇപ്പം ചിലപ്പം കൊണ്ട് ഇതിൻ്റെ ഈ കറണ്ടിൻ്റെ ഇതിലൊക്കെ കൈയിടും. ആരെങ്കിലും കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവൾ പറയും പൊള്ളും പൊള്ളും എന്ന് പറയും. ആരും കാണുന്നില്ലേ കൊണ്ട് കൈയിടുകയും ചെയ്യും. എന്ന് പറഞ്ഞ പോലെ ഹവ്വ ചേച്ചി പറയുന്നുണ്ട്, യോ ഇത് ഭയങ്കര കുഴപ്പം, അടുത്തു പോലും പോകാൻ പാടില്ല, തൊടാൻ പോലും പാടില്ല. സോ ഷീ അണ്ടർസ്റ്റുഡ്. അപ്പം ദൈവത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ വൈഭവം കൊണ്ട് ഈവിളിനെ കുറിച്ചുള്ള നോളജ് ബേസിലുള്ള അറിവ് പകർന്നു കൊടുത്തിരുന്നു. എക്സ്പീരിയൻഷ്യലായിട്ട് അവരനുഭവിച്ചിരുന്നില്ല.
അനുഭവപരമായിട്ട് അനുഭവിച്ചില്ല. നോളജ് വൈസ് അവർക്ക് മനസ്സിലായി. കാരണം ഈ മരണമെന്ന് പറയുന്നത് സെപ്പറേഷനാണ്. അപ്പോൾ അവർ ചിന്തിച്ച് കാണും, ഞങ്ങൾ പാപം ചെയ്താൽ ഈ ദൈവം പിന്നിങ്ങോട്ട് വന്നില്ലേ എന്നോ ചെയ്യും, അല്ലേ ഞങ്ങളെ ഇവിടുന്ന് പുറത്താക്കിയാൽ എന്നോ ചെയ്യും. മരണമെന്ന് പറയുമ്പോഴേ ഒറിജിനലിലെ ഇംപ്രഷൻ സെപ്പറേഷനാണ്. നമ്മൾ പക്ഷേ മരണമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താ ചിന്ത? ഇല്ലാതായി പോവുക, നോൺ എക്സിസ്റ്റൻസാണ്. അത് പിശാചിൻ്റെ ഒരു ഭയങ്കര സ്മാർട്ട്നെസ്സാണ്. അതിൻ്റെ ബേസിൽ നിരീശ്വരന്മാർ പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. അന്ന് മരിക്കുമെന്ന് പറഞ്ഞിട്ട് മരിച്ചില്ലല്ലോ, ഇപ്പം നിങ്ങളുടെ വചനത്തിൽ എന്ത് കാര്യമാണെന്നൊക്കെ ചോദിക്കാം അല്ലേ. മരണമെന്ന് പറഞ്ഞാൽ സെപ്പറേഷനാണ്. ഈ സെപ്പറേഷനെ കുറിച്ച് ഹവ്വയ്ക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ആദാം ചെന്ന് പറഞ്ഞു കാണും, ഇടി കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അഥവാ ദൈവം നമ്മളെ ഇതിൻ്റെ പുറത്തിറക്കി കതവടച്ചാൽ നമ്മൾ പെട്ടുപോകും, അതുകൊണ്ട് അതേ കയറി കളിക്കരുത്, എൻ്റെ അടുത്തുപോലും നീ പോകണ്ടെന്നൊക്കെ പറഞ്ഞ് കാണുമായിരിക്കും, നമുക്കറിയത്തില്ല. ഈ ഹവ്വ പറയുന്നത് തുടരുതെന്ന് പറഞ്ഞ് ശരിയാണോ തെറ്റാണോ എന്ന് പോലും നമുക്ക് കൺഫേം ചെയ്യാൻ മാർഗ്ഗമില്ല. ചിലപ്പോൾ അവളോട് ആദാം പറഞ്ഞാണ്, നീ അതിൻ്റെ അടുത്തെങ്കിലും പോവുകയേ വേണ്ട, കാരണം ദൈവം ഇത്ര കർശനമായിട്ടാണ് പറഞ്ഞേക്കുന്നത്, ഒരു പരീക്ഷണത്തിനും പോകണ്ട എന്നൊക്കെ പറഞ്ഞ് കാണണം. എന്തായാലും ദൈവം കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അതനുസരിച്ചുള്ള ഫിയർ ഹവ്വയുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അനുഭവപരമായിട്ട് തിന്മ അവൾക്കുണ്ടായില്ല. ഓക്കെ, അപ്പം ഇവിടുത്തെ ദൈവത്തെ പോലെ ആകുമെന്ന് പിശാച് പറഞ്ഞ എന്തിനെക്കുറിച്ചാണ്? ടെംപ്റ്റേഷന് മുമ്പേ പരീക്ഷിക്കപ്പെടാത്ത ഒരു അവസ്ഥയിലായിരുന്നു. പുള്ളിക്കാർത്തിക്ക് നോൺ ടെംപ്റ്റിംഗ് സ്റ്റേജിലാണ് ഇരിക്കുന്നത്. അന്നേരം ഈ നോൺ ടെംപ്റ്റിംഗ് സ്റ്റേജിൽ ഇരിക്കുമ്പം അല്ലെ നോൺ ടെസ്റ്റ് ചെയ്യാൻ ഇന്നസെന്റ് എന്ന് വേണേ പറയാം, ഇന്നസെന്റ് ഫേസിൽ ആ ഫേസിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ പ്രഷർ അതിൻ്റെ അതുപോലല്ല പുള്ളിക്കാർത്തിക്ക് ഇരിക്കുന്നത്. പ്രഷർ ടെസ്റ്റ് ചെയ്യാൻ പെടും. ഐ മീൻ ഷീ ക്യാൻ fall in that temptation എന്നുള്ള ഒരു സ്റ്റേറ്റ് ഭയങ്കരമല്ല. തീർച്ചയായിട്ടും സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഈ ദൈവം എന്നും വരികയും ഇവരുടെ കൂടെ ഒക്കെ നടക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിലപ്പോൾ അവർ ചിന്തിച്ച് കാണുകയല്ല. നമ്മളും അങ്ങനല്ലേ, നല്ല പാട്ടുമൊക്കെ പാടി സന്തോഷിച്ച് എല്ലാ ദിവസവും ബൈബിളൊക്കെ വായിക്കുമ്പോൾ അല്ലേ, വീട്ടിൽ അടിയുമില്ല തല്ലുമില്ല പ്രശ്നവുമില്ല അല്ലേ. ഇതിലെവിടെയെങ്കിലും ഒന്ന് പുറകിലോട്ട് പോയാൽ അപ്പം ദൈവത്തിൻ്റെ ഈ ഫെലോഷിപ്പിന് അവൾ എത്ര കാലം വാല്യൂ കൊടുത്ത് അന്നേരം ഇതൊരു പ്രശ്നമേ ആയിരുന്നിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് ഒരു മൂന്നാമൻ വരേണ്ടി വന്നത്. അതാണ് ഞാൻ പറയാൻ വന്നത്. ഇപ്പം ഇത് തന്നെ നമ്മളൊരു കർത്താവിടെ ജീവിതത്തിലോട്ട് ഹീബ്രൂസിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഹി വാസ് ടെംപ്റ്റഡ് ത്രൂ ഔട്ട് എന്ന ടെംപ്റ്റഡ് എക്സെപ്റ്റ് സിൻ എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്കിന് കർത്താവിന് ആ ഒരു പാപത്തോടുള്ള ടെംപ്റ്റേഷൻ്റെ ഒരു പ്രഷർ എപ്പോഴും ഉണ്ടായിരുന്നല്ലോ. He cannot commit sin, he cannot sin. പക്ഷേ ആ ഒരു ടെംപ്റ്റേഷൻ എപ്പോഴും, കാരണം നമ്മളിപ്പോൾ വായിക്കുന്നത് ഈവൻ ദ ഡെവിൽ വാസ് ചേസിങ് ഹിം ഫോർ 40 days ഡ്യൂറിങ് ദിസ് വിൽഡർനെസ് ടെംപ്റ്റേഷൻ ത്രൂ ഔട്ട്. അങ്ങനെ ആ ഒരു ടെംപ്റ്റേഷൻ കർത്താവിന് എപ്പോഴും ഉണ്ടായിരുന്ന പോലെ തന്നെയുള്ള ഒരു ഫോൾ ചെയ്യാൻ പെടുന്ന രീതിയിലുള്ള ഒരു ടെംപ്റ്റേഷൻ ദൈവവുമായിട്ട് ഒന്നായിരിക്കുന്ന അവസ്ഥയിൽ അതുണ്ടാകത്തേയില്ല. ഞാൻ മുമ്പേ പറഞ്ഞ ഉദാഹരണം പോലെ നമ്മൾ ദൈവമായിട്ട് അങ്ങ് അടുത്ത് ജീവിക്കുമ്പോൾ ഒരു മില്ലി അടിച്ച് കളയാമെന്നുള്ള തോന്നലൊന്നും വരികയില്ല. നമ്മൾ പുറമോട്ട് പോയി കഴിയുമ്പോഴാണ് എന്നാൽ ബോറടിക്കുന്നു അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇച്ചിരി പരദൂഷണമെങ്കിലും പറഞ്ഞു കളയാമെന്ന് ചിന്തിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. അന്നേരം ഈ ബിഫോർ സിൻ ഷീ ഹാഡ് ദാറ്റ്. ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. ടെംപ്റ്റേഷൻ ഉണ്ടായിരിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഫുൾ ഫെലോഷിപ്പിലാണ് ദൈവമായിട്ട് ജീവിക്കുന്നത്. ഓൾവേസ് അവിടെ ദൈവം വരുമായിരുന്നെന്ന് പറഞ്ഞേക്കുന്നത് ദൈവം എന്നും വരുമായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ്, ഒരു ശീലമായി എന്നുള്ള അർത്ഥത്തിലാണ് ഒറിജിനലി പറഞ്ഞേക്കുന്നത്. അപ്പം ദൈവത്തോടു കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരുന്നുകൊണ്ട് അങ്ങനെ ഒരു ടെംപ്റ്റേഷൻ. പിന്നെ യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ടെംപ്റ്റേഷൻ, ഇറ്റ് ഈസ് ടെസ്റ്റ്. ടെംപ്റ്റേഷൻ എപ്പോഴും വീക്ക്നെസ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ടെംപ്റ്റഡ് എന്ന് ചില ബൈബിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇറ്റ് ഈസ് ടെസ്റ്റാണ്. അപ്പോൾ ആ ടെസ്റ്റ് ശക്തിയിൽ നിന്നാണ് നേരിടുന്നത്. അപ്പോൾ അതൊരു ചലഞ്ചേ അല്ല. ടെംപ്റ്റേഷൻ വീക്ക്നെസ്സിൽ നിന്നാണ് ടെംപ്റ്റേഷനെ നേരിടുന്നത്. ഇപ്പോൾ എനിക്ക് ദ്രവ്യാഗ്രഹമുള്ള ഒരാളാണെങ്കിൽ ഒരുത്തം കൊണ്ട് കൈക്കൂലി തന്നാൽ ടെംപ്റ്റഡാണ്, പക്ഷേ ഞാൻ അതിജീവിക്കുന്നു. അതേസമയത്ത് ഒരു ടെസ്റ്റിലാണെങ്കിൽ ഞാൻ എൻ്റെ സ്ട്രെങ്തിൽ നിന്നാണ് ഇത് മ്ലേച്ഛമായ കാര്യം, ഐ ഷുഡ് നോട്ട് ടച്ച് ഇറ്റ് എന്നുള്ള ആറ്റിറ്റ്യൂഡിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് he was not tempted, he was only tested. Okay, so
എന്ത് ദൈവത്തെ പോലെ എന്താകുമെന്നാ? ദൈവത്തെ പോലെ സർവജ്ഞാനിയും സർവ്വവ്യാപിയും ആകുമെന്നാണോ ഹവ്വയോട് പറഞ്ഞത്? എന്തായിരിക്കാം? ദ നോളജ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക നോളജാണ്, ഒരു പ്രത്യേക. അത് നന്മതിന്മകളെക്കുറിച്ച് അറിയുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമേ പിശാച് പറയുന്നുള്ളൂ. അല്ലാതെ നാളെ തൊട്ട് നീ ദൈവത്തെ പോലെ സർവജ്ഞാനിയാകും, സർവശക്തനാകും, നീ ദൈവത്തിന് പകരം ഇരിക്കാൻ പറ്റുമെന്നുള്ള മോഹമൊന്നും കൊടുക്കുന്നില്ല. വളരെ ബുദ്ധിപൂർവ്വമാണ് സാത്താനോട് പറയുന്നത്. കാരണം ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞാൽ തിരിച്ച് ഹവ്വ പറഞ്ഞാൽ എന്നോ ചെയ്യും? അതൊന്നും നടക്കുന്ന കാര്യമല്ല, എനിക്കറിയത്തില്ല ആരാ ദൈവം. വളരെ ഗ്രാമറും ഒക്കെ നോക്കി കുത്തും കോമയൊക്കെ നോക്കിയാ പിശാചിൻ്റെ സംസാരം. ദ നോളജ്, ദ ട്രീ ഓഫ് ദ നോളജ്. ആ നോളജ് അതിൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്നുണ്ട് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ കാര്യമാണ്. അപ്പം ഇതെന്തുവാ? ഡിപ്ലോമസിയേക്കാളും വഞ്ചന. അവൾ മനസ്സിലാകാത്ത രീതിയിൽ ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങൾ അവതരിപ്പിച്ച് അവളെ പാപം ചെയ്യിപ്പിക്കുക. അപ്പം പിശാച് പറയുന്നത് നന്മതിന്മകളെ തിരിച്ചറിയുന്ന കാര്യത്തിൽ, ഡിസേണിങ് ആയിട്ടുള്ള കാര്യത്തിൽ നീ ദൈവത്തെ പോലെ ആകും. ഇപ്പം ഇവരുടെ നന്മതിന്മകളെ തിരിച്ചറിയുന്ന ആരാ? ദൈവമാണ്. അതുവരെയുള്ള തീരുമാനങ്ങളൊക്കെ ദൈവം അവരെ ഗൈഡ് ചെയ്യുന്നത്. എവിടെ താമസിക്കണമെന്നുള്ളത് പോലും തീരുമാനിച്ചാരാ? ദൈവമാണ്. തോട്ടം ഉണ്ടാക്കി അതിനകത്ത് കൊണ്ടാക്കി. ജോലി കൊടുത്ത ആരാ? ദൈവമാണ്. ഇതിൻ്റെ ഗാർഡനിങ്ങും വാച്ച്മാൻഷിപ്പും 2 ജോലിയേ ഉള്ളൂ. പിന്നെ ഇഷ്ടം പോലെ പഴം പറിച്ചു തിന്നു, കളയൊന്നും കിളുക്കത്തൊന്നുമില്ല. പിശാചകത്ത് കയറാതുള്ള വാച്ചിങ്ങേ ഉള്ളൂ, അല്ല വേറൊന്നും പേടിക്കാനുമില്ല. അപ്പം ദൈവമാണ് നന്മതിന്മകൾ അറിഞ്ഞിരുന്നത്. അപ്പം പിശാച് പറയുന്നത് ഇനി മേലാൽ നിങ്ങൾ തന്നെ ദൈവം ചെയ്യുന്ന ജോലി ഏറ്റെടുക്കുക, നിങ്ങൾക്ക് ഒരുപാട് നോളജ് കിട്ടും. അപ്പം ദൈവത്തിൽ നിന്ന് സ്വതന്ത്രമായ മോറൽ ഡിസിഷൻ അല്ലെങ്കിൽ നൈതിക നിർണയം അല്ലെങ്കിൽ ധാർമ്മിക നിർണയം, ശരിയേത് തെറ്റേത് എന്ന് തീരുമാനിക്കുന്ന ജോലി ദൈവത്തിൽ നിന്ന് ഏറ്റെടുക്കുക. ഇനി നീ അത് ചെയ്തു, അത് പറ്റും നിനക്ക്. ഇത് നിനക്ക് ദൈവം പറഞ്ഞു തരാതിരുന്നത് നീ ദൈവത്തെ പോലെ ആയിപ്പോകുമെന്നുള്ള പേടിക്ക. നിന്നെ ഒരു ആശ്രിതനായിട്ടിടണം. ആ സംശയമാണ് നമ്മൾ പിന്നീടുള്ള ഭാഗത്ത് കാണുന്നുണ്ട്. പിശാച് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ദൈവത്തെ സംശയം ജനിപ്പിക്കുന്നത് എന്തിനാ? തിരിച്ച് ദൈവത്തോട് കൺസൾട്ട് ചെയ്യാതിരിക്കാൻ. നമുക്ക് സംശയമുള്ള ഒരാളോട് പോയി നമ്മൾ ഒരിക്കലും കൺസൾട്ട് ചെയ്യത്തില്ല. വളരെ ബുദ്ധിപൂർവ്വം, അല്ലേ? സെൽഫ് ഡിറ്റർമിനേഷൻ ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ, നന്മയും തിന്മയും സ്വയം നിർണ്ണയിക്കുന്ന അവസ്ഥയിലേക്ക് വരണം. അക്കാര്യത്തിൽ ദൈവത്തെ പോലെ ആകണം. ഡിപ്പെൻഡൻസി വേണ്ട. നീ ഓട്ടോണമസ് ആയിക്കോളൂ എന്ന് പറഞ്ഞാൽ നീ ദൈവതുല്യനാണെന്ന് സ്വയം ഡിക്ലെയർ ചെയ്തോ. ഇപ്പം ദൈവമാണ് നന്മയും തിന്മയും കണ്ടെത്തുന്നത്, എനിക്കത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവത്തെ പോലുള്ള കഴിവുകളുണ്ടെന്നേ. എന്തിനാ ഇനി ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ഉന്നതിയിലേക്കുള്ള ഒരു പ്രലോഭനമാണ്, ടെംപ്റ്റേഷൻ ടുവേർഡ്സ് എലിവേഷൻ ഓർ എക്സോൾട്ടേഷൻ. അവിടെ പറയുന്നത് കേട്ടാൽ നമുക്കറിയാം, നീ ദൈവത്തെ പോലെ ആയിത്തീരും, ഉയരും, വളരും. അവളുടെ ദുഷ്ട ഹൃദയത്തെ പ്രീണിപ്പിക്കാനുള്ള ശ്രമം, അഹങ്കാരത്തെയും ആഗ്രഹത്തെയും വർദ്ധിപ്പിക്കുക. ഇതുപോലെ ആ പിശാച് നമ്മളോടും ചെയ്യുന്നത്. ജോലി 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 ജോലി, അല്ലേ? പിള്ളേരുടെ പഠിത്തം, റാങ്ക്. അത് അതിൽ തന്നെ അഴുക്കാണോ? അല്ല. പക്ഷെ നമ്മളിൽ ഗ്രീഡ് ഉണ്ടാക്കി, അതുപോലെ അഹങ്കാരം ഉണ്ടാക്കി. ഒരു ദിവസം കൊയറ്റ എടുത്തില്ലെന്നും കുഴപ്പമില്ലെന്ന്, ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലെന്നും കുഴപ്പമില്ല, ഒരു ദിവസം യോഗത്തിന് പോയില്ലെന്നും കുഴപ്പമില്ല. വേണേ ഒരു തലവേദന എന്നൊക്കെ പറയാം, അതിനുള്ള സ്കോപ്പുണ്ട്. പിശാചിൻ്റെ തന്ത്രമായത് നമ്മുടെ അഹങ്കാരത്തെ, അതുപോലെ ദുരാഗ്രഹത്തെ പ്രീണിപ്പിച്ച് നമ്മളെ തെറ്റിക്കുക. ഇതിൽ പലതും അതിൽ തന്നെ തെറ്റുമായിരിക്കത്തില്ല. കുഞ്ഞുങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടുന്നത് തെറ്റാണോ? അതൊരു മാതൃകയല്ലേ? ഞാൻ നിന്നെ വാലല്ല തല തന്നെ ആക്കുമെന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. ആവർത്തന പുസ്തകം 26:27-13 ദൈവത്തിൻ്റെ കൽപ്പന
ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിക്കാൻ നോക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി അധികം ബൈബിളൊന്നും വായിക്കുന്നില്ല കുറച്ച് കാലത്തേക്ക്. കുറച്ച് കഴിഞ്ഞങ്ങ് വായിച്ച് തുടങ്ങാം. പക്ഷെ അങ്ങനെ പറ്റുമോ? ഇതൊഴിവാക്കി കഴിയുമ്പോഴത്തേക്ക് ദുഷ്ടതയുടെ പാതയിലൂടെ സഞ്ചരിച്ച് ദൈവവിരോധികളായിട്ട് ചിലപ്പോൾ മാറ്റപ്പെട്ട് കഴിയും. ഇന്നത്തെ തലമുറയ്ക്ക് പറ്റിയിരിക്കുന്ന, നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള തലമുറയ്ക്ക് തന്നെ പറ്റിയിരിക്കുന്ന വലിയൊരു വിപത്താണിത്. ഇതിൽ പലപ്പോഴും അപ്പന്മാരാണ് പച്ചമുന്തിരിങ്ങ കഴിച്ചിട്ട് മക്കളുടെ വല്ലുവിളിപ്പുണ്ടാക്കുന്നത് അല്ലേ. അങ്ങനെ ഒരു ചൊല്ലുണ്ട്, അത് നിർത്തൽ ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നത് കാണുന്നുണ്ട്. അത് ശിക്ഷയോടുള്ള ബന്ധത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മാതാപിതാക്കളുടെ മെറ്റീരിയലിസ്റ്റിക്കായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ദുരാഗ്രഹങ്ങൾ കുഞ്ഞുങ്ങളിലേക്ക് കൈമാറി അവരെ ജഡികരും ഭൗമികരുമാക്കി മാറ്റുന്നുണ്ട്. ഇതേ പരിപാടി തന്നെ പിശാച് ഉപയോഗിക്കുന്നുണ്ട്. നിനക്കെന്നാ കുഴപ്പം? നിനക്ക് ദൈവം തന്ന ബുദ്ധിയില്ലേ? നിനക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ലേ? വളരെ പോസിറ്റീവായിട്ടായിരിക്കും, അല്പം ദൈവത്തെയൊക്കെ മഹത്വപ്പെടുത്തിയായിരിക്കും ആദ്യം ചിന്ത വരുന്നത്. നീ നല്ല നിലയിൽ പോകുന്നത് ദൈവത്തിൻ്റെ ഒരു ആവശ്യമല്ലേ? അപ്പം തൽക്കാലത്തേക്ക് വചനവായനയൊക്കെ ഒന്ന് നിർത്തുക, അല്ലെങ്കിൽ യോഗത്തിന് പോകുന്നത് നിർത്തുക, സൺഡേ സ്കൂൾ നിർത്തുക, അല്ലെങ്കിൽ ആരാധന നിർത്തുക. പിശാചിൻ്റെ ആ സ്ട്രാറ്റജിയാണ് നമ്മളിലുള്ള അഹങ്കാരത്തെയും ദുരാഗ്രഹത്തെയും ആകർഷിക്കുക. പിന്നെ ദൈവം നല്ലത് മറച്ചു വയ്ക്കുന്നു എന്ന ദുസ്സൂചന. അതാണ് ഇവൻ അടുത്തതായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ദൈവത്തിനറിയാം നീ ഈ പഴം തിന്നാൽ ഭയങ്കരമായിട്ടങ്ങ് വളരുമെന്ന്. അപ്പം പുള്ളിക്കൊരിച്ചിരി അസൂയയൊക്കെ ഉണ്ട്. നീ ഒരു അടിമയെ പോലെ പുള്ളിയുടെ കൂടെ നിൽക്കണം. അതിനു വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്. ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് വികലമായിട്ട് വളച്ചൊടിച്ച് അവളുടെ ഹൃദയത്തിൽ സംശയങ്ങൾ ജനിപ്പിക്കുക. അപ്പോൾ അവളും ആലോചിച്ചു, ശരിയാണല്ലോ, ഇതിൻ്റെ പഴം പറിച്ചു തിന്നാൽ തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് കിട്ടും. ഇതുവരെ അതാകെ ചെയ്തിട്ടുള്ള ഒരേ ഒരാൾ ദൈവമാണ്. അപ്പം ഞാനും കൂടെ ഒന്ന് ചെയ്തു നോക്കാം. ഇത് അവള് വളച്ചൊടിച്ച് അവളുടെ മുന്നിൽ പിശാച് വളച്ചൊടിച്ച് പറയുക. പിന്നെ എൻകറേജ്മെൻറ്റ് ടു ഡിസ്ട്രസ് ഗോഡ്, ദൈവത്തിലേക്കുള്ള വിശ്വാസം തകർക്കുക. ഈ പുള്ളി ഒരു സെൽഫിഷാണ്. എനിക്ക് നന്മ വരണമെന്ന് ആഗ്രഹമില്ല. വാസ്തവത്തിൽ എന്താ കാര്യം? ഞാൻ ഉപദേശിച്ചോളാമെന്ന് ദൈവം പറഞ്ഞതിൻ്റെ കാരണം എന്നാ? എന്തുകൊണ്ടായിരിക്കും ദൈവം ഞാൻ പറഞ്ഞുതരാം നല്ലത് ഏതാ ചീത്ത ഏതാ, നീ ഇതൊന്നും കണ്ടുപിടിക്കാൻ മെനക്കെടണ്ട, നീ നിൻ്റെ ജഡത്തിൻ്റെ അടുത്ത് പോയി ഉപദേശങ്ങൾ ചോദിക്കണ്ട എന്നൊക്കെ ദൈവം പറയാനുള്ള കാരണം എന്നാ? ഗോഡ് ഈസ് ഓൾ നോയിങ്. ദൈവത്തിൻ്റെ ഉപദേശത്തിൽ തെറ്റിനുള്ള സ്കോപ്പേ ഇല്ല. സർവജ്ഞാനിയായ ദൈവം പെർഫെക്റ്റ് ഫൈൻഡിങ് ഗോഡ്സ് വില്ല് നടത്തിക്കൊണ്ടിരിക്കുക. നീ വിഷമിക്കേ വേണ്ട കുഞ്ഞെ, ബെസ്റ്റ് ഓപ്ഷൻ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അതെന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടാണ്. ഇവൻ വഴി തെറ്റാൻ പാടില്ല. ഇവന് ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻസ് പറഞ്ഞു കൊടുക്കണം. ഇവനിങ്ങനെ വളർന്ന് 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 എന്നെപ്പോലെ ആയിത്തീരണം. ദൈവത്തിൻ്റെ ആഗ്രഹം അതാ. പക്ഷേ ഈ ദൈവത്തെക്കുറിച്ച് ദുഷിച്ച അഭിപ്രായങ്ങൾ കൊടുത്ത് അവളെ തെറ്റിക്കുക. ഈ ദൈവത്തെ പോലെ ആകും എന്നുള്ള ഉപദേശത്തിൽ വേറെ ഒരു രസം കൂടെ ഉണ്ട്. വാസ്തവത്തിൽ ഇവരെ സൃഷ്ടിച്ചത് ഏത് രൂപത്തിലാണ്? ഏത് സ്വരൂപത്തിലാണ്? ദൈവത്തിൻ്റെ ഇമേജിലാണ്. ദൈവത്തെ പോലെ തന്നെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സർവശക്തിത്വമോ അല്ലെങ്കിൽ നിത്യത്വമോ ഒന്നും കൊടുത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ ക്വാളിറ്റീസ് ഓൾറെഡി ഇവർക്കുള്ളത്. ഇതൊന്നും ഇവരെ അന്വേഷിച്ച് പോകേണ്ട ഒരു കാര്യവുമില്ല. സർവജ്ഞാനിയായ ദൈവം ഇവരെ ഇങ്ങനെ അനുനിമിഷം ഉപദേശിക്കാനായിട്ട് കൂടെ ഇരിക്കുക. പക്ഷേ ദൈവത്തിൽ ഉള്ള വിശ്വാസം നശിപ്പിക്കും. ആശ്രയത്തിൽ നിന്ന് സ്വയംഭരണത്തിലേക്ക് മാറ്റുക. ഐ വിൽ റൂൾ മൈസെൽഫ്, ഐ ഡോണ്ട് നീഡ് ഗാഡ്, ഐ ആം ഓട്ടോണോമസ്. എനിക്ക് സ്വതന്ത്രമായിട്ട് യാതൊരു വിധത്തിലും ദൈവത്തെ ആശ്രയിക്കാതെ തന്നെ മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ട്. ഇതാണ് പിശാച് ഉപദേശിച്ചത്. ദെൻ സബ്റ്റിൽ മിക്സ്ചർ ഓഫ് ട്രൂത്ത് ആൻഡ് ഫോൾസ്ഹുഡ്, സത്യവും എന്നായി അല്ലേ, കള്ളവും ചേർന്ന വഞ്ചന. നമ്മൾ സാമ്പാറും അവിയലൊക്കെ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് അല്ലേ, കൃത്യമായിട്ട് ചേരുവകൾ ചേർക്കുന്നത് പോലെ പുള്ളി സത്യവും കള്ളവും വേണ്ട അളവിൽ ചേർത്തുള്ള ഒരു കൂട്ടാണ് ഉണ്ടാക്കിയത്. ഇതാണ് പിശാചിൻ്റെ ഉപദേശത്തിൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചർ.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീ നല്ല സാക്ഷിയാകണ്ടേ, നിന്നെ വാലല്ല തലയാക്കുമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് കുറേ ദിവസത്തേക്ക് യോഗത്തിന് പോകണ്ട, അല്ലെങ്കിൽ എനിക്ക് ഈ ജോലിയുണ്ടല്ലോ, ഈ ജോലിയും ദൈവത്തെ സേവിക്കുന്നതും കൂടെ വലിയ ബുദ്ധിമുട്ട്, അതുകൊണ്ട് റിട്ടയർ ചെയ്യുന്നത് വരെ ജോലി ചെയ്യാം. റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് 24 മണിക്കൂറും വചനം പഠിച്ചു കളയും, തകർക്കണം. പക്ഷെ എന്നാ പറ്റും? അന്നേരത്തേക്ക് ഡയബറ്റിക്സ് കാണും, ഹാർട്ട് കാണും, അല്ലേ? ജീവിതത്തിൽ ഒരിക്കലും ഹാർട്ടില്ലാത്തവർക്കും റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ ഹാർട്ട് കിട്ടും, അല്ലേ? പല പ്രശ്നങ്ങൾ കാണും. അപ്പം പിശാച് സത്യവും കള്ളവും കൂടെ റൈറ്റ് മിക്സിൽ ചേർത്താണ് നമുക്ക് വരും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും. മോൾക്ക് ഡോക്ടറാകാൻ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് വേണം, കൈക്കൂലി കൊടുത്താലേ കിട്ടുള്ളൂ. അപ്പം പിശാച് പറയും, നിനക്ക് ന്യായമായ സർട്ടിഫിക്കറ്റ് അല്ലേ നീ മേടിക്കുന്നത്, നീ കള്ള സർട്ടിഫിക്കറ്റ് ഒന്നും മേടിക്കുന്നില്ല, അതിന് ഇച്ചിരി കൈക്കൂലി കൊടുത്താൽ എന്നാ പ്രശ്നം? അപ്പം ഇത് നിനക്ക് അർഹതയുള്ളതാണെന്നുള്ള ട്രൂത്താ, അല്ലേ? ഇത് നിനക്ക് അർഹതയുള്ളതെന്നുള്ളത് ട്രൂത്താ. പക്ഷെ അതിന് കൈക്കൂലി കൊടുക്കുന്നതെന്ന് പറയുന്നത് വഞ്ചനയാണ്. അല്ലെങ്കിൽ ആധാരം എഴുതുമ്പോൾ, പല അച്ചായന്മാരും ഒക്കെ ചെയ്യുന്ന പരിപാടി, ആധാരം എഴുതുമ്പോൾ പകുതി വില കാണിക്കും. ഇപ്പം വേറൊരു സൂത്രമുണ്ട്, സർക്കാർ ഫിക്സ് ചെയ്ത വില കാണിക്കും. 5 ലക്ഷം പെർസെൻറ്റിന് ഉള്ള സ്ഥലത്തിന് സർക്കാരിൻ്റെ രേഖകളിൽ 2.5 ലക്ഷമേ കാണത്തുള്ളൂ. അപ്പം ആധാരം എഴുതുമ്പോൾ രണ്ടുപേരും കൂടെ കൂട്ടം കൂടി അനന്യാസിൻ്റെയും സഫീറയുടെയും കാര്യം പറഞ്ഞതുപോലെ 2.5 ലക്ഷം കാണിക്കും. കാരണം സർക്കാരിന് എതിർക്കാൻ പറ്റിയല്ല, അവരുടെ ബുക്കിൽ തന്നെ ഇതിന് 2.5 ലക്ഷമേ വിലയുള്ളെന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ട് ഒരു ലോജിക്കൂടെ പറയും, 2.5 ലക്ഷം രൂപയ്ക്ക് ഇത്ര സേവ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ഭാഗം ദൈവത്തിനും കൊടുക്കുകയല്ലേ, അല്ലേ? കൊടുക്കുകയല്ലേ? ദൈവത്തിന് ആവശ്യമില്ലേ? ദൈവത്തിന് ആവശ്യമൊന്നുമില്ല, ദൈവമക്കൾക്ക് ആവശ്യമുള്ള, അല്ലേ? കുറച്ച് സത്യവും കുറച്ച് കള്ളവും കൂടെ ചേർത്ത് അങ്ങോട്ട് മിക്സ് ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ സംസാരം തന്നെ ശ്രദ്ധിച്ചു നോക്കൂ. ഈ പരദൂഷണത്തിൻ്റെ എന്തുവാ? പരദൂഷണത്തിൽ പറയുന്ന പകുതി ശരിയായിരിക്കും, അതിനെ ഒന്ന് വളച്ചു കെട്ടിയൊക്കെ ആയിരിക്കും പറയുന്നത്. എന്തിനാ? അവനെ ഒതുക്കണം, അവളെ ഒതുക്കണം, ഇല്ലാതാക്കണം. അതിനുവേണ്ടി സത്യവും കളവും കൂടെ മിക്സ് ചെയ്ത് ഒരു പുതിയ മിശ്രിതം ഉണ്ടാക്കി അങ്ങ് അടിക്കുക. ഇത് പിശാചിൻ്റെ സ്ട്രാറ്റജിയാണ്. ദൈവമക്കളെക്കുറിച്ചുള്ള അവരുടെ ശരിയായ കുറവുകളാണെങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ കുറവുകളായിട്ടാണേലും അത് പ്രസന്റ് ചെയ്ത് അവരെ ഒതുക്കാൻ ശ്രമിക്കുന്നത് പിശാചിൻ്റെ ശുശ്രൂഷയാണ്. മാത്രമല്ല അതിൻ്റെ സത്യത്തിൻ്റെ അംശം കൂടുതൽ വരുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നവർ കൂടുതൽ പിശാചിനെ പോലെ ആകുന്നത്. കാരണം പിശാച് നോക്കി പറഞ്ഞത് പലതും സത്യം, അല്ലേ? 7-ാം വാക്യത്തിൽ ദൈവം തന്നെ സമ്മതിക്കുന്നുണ്ട്, കണ്ണു തുറന്നെന്ന്. 22-ാം വാക്യത്തിൽ അത് ആവർത്തിക്കുന്നുണ്ട്. ഇവര് നമ്മളെപ്പോലെ ആയി തീർന്നിരിക്കുന്നു. പിശാച് പറഞ്ഞു, ശരിയാ, സത്യവും കളവും കൂടെ ചേർത്ത് പറയുക എന്ന് പറയുന്നത്, അല്ലെ ചെയ്യുക എന്ന് പറയുന്നത്, ചിന്തിക്കുക എന്ന് പറയുന്നത് എപ്പോഴും സാത്താന്യമാണ്. കളവ് മാത്രം പറയുന്നതിനപ്പുറമാണ്, അതിനെക്കുറിച്ച് പിന്നെ വേറെ പറയണ്ട, അല്ലേ? 10 കൽപ്പനയുടെ തന്നെ ലംഘനമാണ്. പക്ഷെ പിശാചിൻ്റെ സ്ട്രാറ്റജി നമ്മളിത് അറിഞ്ഞിരിക്കണം. പാർഷ്യൽ ട്രൂത്ത്, ഐസ് വെയർ ഓപ്പൺ, 3:7 നമ്മൾ കാണുന്നുണ്ട്. ഭാഗ്യ സത്യം, കണ്ണുകൾ തുറന്നു. ബിക്കെയിം ലൈക്ക് ഗോഡ് ഇൻ സെൽഫ് ഡിസേൺമെൻറ്റ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ, 3:22. നന്മ തിന്മകളെക്കുറിച്ചുള്ള സ്വയം തിരിച്ചറിവിൽ ദൈവത്തെ പോലെയായി. ഇത് രണ്ടും പറഞ്ഞു ശരിയാ. ശരിയും തെറ്റും കൂടെ കലർത്തി ഹൗവയെ വഴി തെറ്റിക്കുന്ന സ്ട്രാറ്റജിയാണ് പിശാച്. ഇതിനെയും പുള്ളി ചെയ്ത മറ്റൊരു കാര്യം, ലാഭം മാത്രം മുന്നോട്ട് വെച്ച് നഷ്ടം മറച്ചു വെച്ചു. കള്ളു കുടിക്കുന്നവനോട് ഒരിക്കലും കൊടുക്കുന്ന ആൾ പറയുകയല്ലടാ, ഇത് കുടിച്ച് നീ ഒരു നല്ല കുടിയനാകും, അത് കഴിഞ്ഞ് നീ പലപ്പോഴും ഓടയിൽ കിടക്കും, നിന്നെ വന്ന് പട്ടിയൊക്കെ നക്കിയിട്ട് പോകും, രാവിലെ പിന്നെ വേച്ച് നീ വീട്ടിൽ ചെല്ലും, പിള്ളേരെയും ഭാര്യയൊക്കെ അടിക്കും, നിൻ്റെ കുടുംബം കുളമാവും. ഇതാരെങ്കിലും പറയുമോ? ഇല്ല. പിന്നെന്തുവാ പറയുന്നേ? ഇത് കുടിച്ചാൽ ഫ്ലോട്ട് ചെയ്യാമെന്നാണല്ലേ, പറന്ന് നടക്കാം. ഇത് പിശാചിൻ്റെ സ്ട്രാറ്റജിയാണ്. ലാഭം മാത്രം പറയും, നഷ്ടം പറയത്തില്ല. ഈ പറഞ്ഞ കൂട്ടത്തിൽ മോളെ, ഞാനിതൊക്കെ പറയുന്നെങ്കിലും ഇത് ചെയ്താൽ നീ മരിക്കും, നിനക്ക് ദൈവത്തോടുള്ള ബന്ധം പോകും, നിന്നെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കാനുള്ള സാധ്യതയുണ്ട് എന്നും കൂടെ പറഞ്ഞിരുന്നേലോ ചെയ്യത്തില്ല, അല്ലേ? ഇത് പിശാചിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. പോസിറ്റീവ്സ് എന്ന് തോന്നാവുന്ന കാര്യങ്ങൾ മാത്രം പറയും, നെഗറ്റീവായിട്ടുള്ള റിയലായിട്ടുള്ള ഒന്നും പറയത്തുമില്ല. അതുപോലെ ഇതിൻ്റെ ഷെയ്മ്, ഗിൽറ്റ്, ഡെത്ത് അങ്ങനെയുള്ള ഫലങ്ങൾ മറച്ചു വെച്ചു. ലജ്ജ, കുറ്റബോധം, മരണം.
നിങ്ങളിങ്ങനെ ചെയ്തു കഴിയുമ്പം വൈകുന്നേരത്ത് ദൈവം വരും, എങ്ങനെ ദൈവത്തിൻ്റെ മുന്നേ നിൽക്കും എന്നും കൂടെ ഒന്ന് പറഞ്ഞിരുന്നല്ലോ. അത് പറയില്ല. ഇത് പിശാചിൻ്റെ സ്ട്രാറ്റജിയാണ്. അപ്പം നമ്മൾ പരിശുദ്ധാത്മാവിൽ നിയന്ത്രിതരാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന് മറുവശം കൂടെ ഒന്ന് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്, പാപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇനിയും അനുസരണയ്ക്ക് പകരം സ്വാതന്ത്ര്യത്തെ, ഓട്ടോണോമിയെ പ്രോത്സാഹിപ്പിച്ചു. മുമ്പേ പറഞ്ഞു പോയിൻ്റെ ഒബീഡിയൻസ് വേണ്ട, സ്വയം സ്വാതന്ത്ര്യം മതി. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ 15 വയസ്സാകുമ്പം തൊട്ട് പറഞ്ഞു തുടങ്ങുന്നത്. 15 പോലും ആകണ്ട, അമ്മേ എനിക്ക് 15 വയസ്സായി, എനിക്കറിയത്തില്ലേ എനിക്കേതാ നല്ലത്, ഞാൻ മൊബൈലിൽ വാട്സാപ്പ് തോണ്ടിക്കൊണ്ടിരിക്കണോ, സിനിമ കണ്ടുകൊണ്ടിരിക്കണോ, റീല് കണ്ടുകൊണ്ടിരിക്കണോ, എനിക്കറിയത്തില്ലേ. ഇതന്ന് മനുഷ്യൻ്റെ ഹൃദയത്തിൽ കുത്തിവെച്ചതാ. ഇന്നത്തെ ഹ്യൂമനിസം പോലുള്ള ഐഡിയോളജി എല്ലാം ഇവിടെയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഐ ആം ഓട്ടോണമസ്, ഐ വാണ്ട് ടു ബി ഓട്ടോണമസ്. ഈ ഉപദേശം പിശാച് കൊടുത്ത ഉപദേശമാണ്. അതുപോലെ ദൈവിക അധികാരം തകർത്തു പിശാച് അവളുടെ ഹൃദയത്തിൽ. അതുപോലെ സ്വയംഭരണത്തിൽ സ്വയ അധികാരിയായിരിക്കുന്നതിലേക്ക് അവളെ തള്ളിവിട്ടു. പിന്നെ ജ്ഞാനമെന്ന് പറയുന്നത് ഇനി ദൈവത്തോട് പോയി ചോദിക്കണ്ട, നിനക്ക് വേറെ അറേഞ്ച് ചെയ്തു തരാം. ജ്ഞാനത്തിന് ദൈവവുമായിട്ടുള്ള കണക്ഷൻ അങ്ങ് വെട്ടിക്കളഞ്ഞു. ഇതുവരെ ജ്ഞാനം എങ്ങനെയാണ് കിട്ടിയിരുന്നേ? ദൈവം വന്ന് പറയും ഇതാ നല്ലത്, ഇതാണ് മോശം. ജ്ഞാനത്തിനുള്ള സ്രോതസ് ദൈവമായിരുന്നു അതുവരെ അവരെ സംബന്ധിച്ച്. അത് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ഉയർച്ചയുടെ മിഥ്യാഭാവം ഉണ്ടാക്കി വീഴ്ചയുടെ യാഥാർത്ഥ്യം മറച്ചു വെച്ചു. ഇത് ഏതാണ്ട് വലിയൊരു കാര്യമാണ്. എടാകുവേ, ഇതടിച്ചു കഴിഞ്ഞാൽ പറക്കുന്ന പോലെ ഭയങ്കര അനുഭവം, അത് കഴിച്ചാലേ അറിയത്തുള്ളൂ. എന്നിട്ട് ആദ്യത്തെ ഡ്രഗ് ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്യും. പക്ഷെ ഒരിക്കലും ഇത് ഒരു വീഴ്ചയുടെ ആരംഭമാണെന്ന് പറയത്തില്ല. ഉയർച്ച ഉയർച്ച ഉയർച്ച, അത് മനുഷ്യനിലെ ഗ്രീഡ് വളർത്തിയെടുക്കാനുള്ള പിശാചിൻ്റെ തന്ത്രമാണ്. ഈ സ്ലൈഡിൽ കുറച്ചും കൂടെ ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. അപ്പം പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഇത് ഏദനിൽ മാത്രമല്ല, ഇന്നും നമ്മുടെ അനുദിന ജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ കിടപ്പറകളിലും നമ്മുടെ സമൂഹത്തിലും സഭകളിലും നമ്മളായിരിക്കുന്നിടത്ത് എല്ലായിടത്തും ഓഫീസുകളിലുമൊക്കെ പിശാച് ഈ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നുണ്ട്, പിശാചിൻ്റെ തന്ത്രം. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി നമ്മൾ ഈ പിശാചിൻ്റെ തന്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കി അവൻ്റെ പരിപാടിയെക്കുറിച്ച് ബോധമുള്ളവരായിട്ട് അവനെ അതിജീവിക്കാൻ നമുക്കിടയാകട്ടെ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദി കരയട്ടെ.